നല്ല കിതാബ് ഹുവൽ കിതാബ് സാലിസ്. അപ്പോൾ 10ൽ നിന്ന് 2 കഴിഞ്ഞ് 8 ഇതാ കുറഞ്ഞ കാലം. മൂപ്പർ ഹൽവത്തിരിക്കുന്ന കാലം ഇപ്പം അവസാനത്തെ 5 കൊല്ലല്ലേ. അക്കാലത്ത് ഹൽവത്തിൽ പോക്കും പിന്നെ മുനാരത്തിൻ്റെ മുമ്പിൽ കയറലെല്ലാം ഇത് പള്ളിൻ്റെ മുനാരത്ത് മതി ഒറ്റയ്ക്ക് കഴിഞ്ഞാലും പറഞ്ഞിട്ടില്ലേ ഇത്രയുണ്ട്. അവർക്കൊന്നും അതൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല. ഒരാലോചിക്കുമ്പോൾ തന്നെ കിതാബ് ഇങ്ങനെ വരും. ഈ തർത്തീബാക്കാൻ വലിയ പാടുപെടലൊന്നും ഉണ്ടാവില്ല. ഒറ്റ ഇട്ടത്തിൽ ജന്മക്കുമാതായ തഫ്താസാനി എന്തിനാന്ന് മറ്റേ ഒരു കിതാബില്ല ഇപ്പോൾ സഞ്ചാൻ തഫ്താസാനി ഇമാം ഷറഹദിയെന്ന് ഒറ്റ ഇട്ടത്തിന് എണീച്ചിട്ട് ആകുമ്പോഴേക്ക് പെണ്ണ് തുറന്ന പെണ്ണ് കൂട്ടിയിട്ട് നമുക്ക് ഷറഹുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പുറം ഇപ്പം ഒന്ന് ആലോചിക്കാനോ മുത്താലയിനൊന്നും വേണ്ട. അങ്ങനെ എന്തെല്ലാം കറാമാത്ത് കാളിയാളെ തങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ലേ. മൂപ്പറ സുഹൃത്ത് ഒരു അൽജീവായ കിതാബ് ഉണ്ടാക്കി. അത് അച്ചടിച്ചിട്ടൊന്നുമില്ല, ഒറ്റ കോപ്പി. അപ്പോൾ ഖാദിയാദ് റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ ഞാൻ മുത്താല ചെയ്തിട്ട് 3 ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുത്താല ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഇരുന്ന് മുത്താല ചെയ്ത് തീർക്കുന്നതിൻ്റെ ഇടയിൽ മൂപ്പറെ പെമ്പറന്നോടുണ്ടല്ല അവളെന്തോ കാര്യം പറഞ്ഞപ്പോൾ മൂപ്പർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഓക്ക് അരിശം വന്നു. ഈ കിതാബാന്ന് എന്നെ തൊട്ട് തടഞ്ഞതല്ലേ, വരുന്നുണ്ട് കാണിച്ചു തരാം. മൂപ്പർ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്ക് എന്താക്കി ഇത് കത്തിച്ച്. അപ്പോൾ 3 ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിയും. കിതാബ് വേറെ കോപ്പി ഇല്ല, ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാ. മൂപ്പർ എന്താക്കി സുലുലെല്ലാം കിടന്നു. പഠിച്ചോനെ ഈ കിതാബ് എഴുതാൻ പ്രേരിപ്പിച്ച ആ അദ്ദേഹത്തിൻ്റെ കൽബിൽ കൊടുത്തത് എൻ്റെ കൽബിലേക്ക് തന്നു. വേറെ എന്താക്കി അപ്പം തന്നെ പകർത്തിയിട്ട് അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് വന്നല്ലോ. നീ വിചാരിച്ച അതേ ശൈലിയും അതേ കിതാബും തന്നെയല്ലേ ഇത് വായിച്ചത്, എന്തെങ്കിലും അറപ്പം മാറ്റമുണ്ടെന്നോ. കവിയാതിൻ്റെ കറാമത്തിൽ എണ്ണീട്ടുണ്ടെന്ന് മറ്റോറെ മനസ്സിൽ ഇട്ടിട്ടെൻ്റെ ഈ അവറെ കിതാബ് അതെൻ്റെ കൽവിലേക്ക് തന്നെയാണ്. അല്ല വല്ലൂടെ എന്താ ഇതൊരു പറയാൻ എൻ്റെ പെണ്ണുങ്ങൾ കത്തിച്ചെന്നാ. ഇതൊക്കെയാണ് നേതാക്കന്മാർ. അള്ളാരൊക്കെ കൂടിയാൽ പലരും നടക്കും. നോക്കാം. അപ്പോൾ റുബുഉൽ മുഹ്ലിക്കാത്തിൻ്റെ 3ാം കിതാബായിരുന്നു. അൽഹംദുലില്ലാഹിൽ മുൻഫരിദി ബിൽ ജലാലി ഫീ കിബ്രിയാഇഹി വ തആലിഹി. അങ്ങനെ ഓതിയാ പോരെ. അൽ മുസ്തഹിഖി ലിത്തഹ്മീദി വ തഖ്ദീസി വ തസ്ബീഹി വ തൻസീഹ് القائم بالعدل فيما يبرمه ويقضيه المتطول بالفضل فيما ينعم به ويسديه. യുബരിമോ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹു തീരുമാനിക്കുന്ന കാര്യമില്ലേ അതിലാണ് അത് വിധിക്കുന്നതും. ഓനൊരു കാര്യം തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവനെന്താക്കും, അതിൽ കൊണ്ട് നിൽക്കുന്നവനാണ്. പിന്നെ മുത്തത്തവ്വിലി ബിൽ ഫദ്ലി, ഇതിൽ അവൻ നൽകുകയും നിഅമത്ത് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ മുത്തത്തവ്വിലാണെന്നെന്താ, കൈ അയച്ചു കൊടുക്കുക എന്ന് പറയില്ല, കൈമൊന്നും പിടിക്കാണ്ട് പൗല്. അൽ മുതകഫിലി ബിഹിഫ്ളി അബ്ദിഹി ഫീ ജമീഇ മവാരിദിഹി വ മജാരിഹി المنعم عليه بما يزيد على مهمات مقاصده بل بما يفي بأمانيه فهو الذي يرشده ويهديه وهو الذي يميته ويحييه وإذا مرض فهو يشفيه وإذا ضعف فهو يقويه وهو الذي يوفقه للطاعة ويرتضيه وهو الذي يطعمه ويسقيه ويحفظه من الهلاك ويحميه ويحرسه بالطعام والشراب عما يهلكه ويؤذيه ويمكنه من القناعة بقليل القوت ويقبيه ويكريه نالذ കബീന്ന് നമ്മുടെ ഇമാർത്തുണ്ടല്ലോ കലങ്ങി.
അത് കലീലുൽ കൂത്ത് കൊണ്ട് പൊരുത്തപ്പെടാൻ വേണ്ടി നമുക്ക് സഹം ചെയ്തു പോകുന്നത്. അതെന്നാ ഈ വിഷയത്തിൽ ദിയാദ ചെയ്താൽ കിട്ടുന്ന ഓരോ മർത്തബയിലേക്ക് സൂചിപ്പിക്കുന്ന ഓരോ കലിമാത്തും ഉണ്ട്. ഹത്താ തളീഖ് ബിഹി മജാരി ശൈത്വാനില്ലദീ യുനാബീഹ്. ഇത് മിമ്പറിനൊക്കെ ഓതാൻ പറ്റിയ ഖുതുബയായിരുന്നു. 40 ഖുതുബ കിട്ടും. ഒരു കൊല്ലത്തേക്ക് 40 വേണ്ടല്ല, 28 എത്ര വേണ്ടി? ഒന്നിനാൽ 36 ഖുതുബല്ലോ ഉണ്ട്. അത് അവൻ്റെ കുട്ടിയെ അഹമ്മദുണ്ടല്ലോ, അൽഹംദുലില്ലാഹി കുട്ടീനല്ല, അൽഹംദുലില്ലാഹി പറഞ്ഞ് സലാത്ത് പറഞ്ഞില്ല എന്നാ എല്ലാതും പറയുന്ന നോക്കാം. ഇനി യുനാബിഹി എന്ന് പറഞ്ഞാൽ അവനോട് ശത്രുത പുലർത്തുന്ന ശൈത്താൻ്റെ മജാരികളെ തടയാൻ പറ്റുന്ന ഖലീലുൽ കൂത്ത്. എന്നിട്ടോ വയക്സിറു ബിഹി ശഹവത്തൻ നഫ്സില്ലതി തുആദിഹി ഫയദ്ഫഉ ശർറഹാ ثم يعبد ربه ويتقيه. هذا ഇതെല്ലാം ആക്കുന്ന എപ്പോഴാണ്? ബഅദ അൻ യുവസ്സി അലൈഹി മാ യൽതദ്ദു ബിഹി വയഷ്തഹീഹി. അല്ലെങ്കിൽ എന്താക്കുന്ന അറിയോ? റിയാദ തഹഖുഖാവൂല. ഇല്ലായ്മ കൊണ്ടല്ലേ തിന്നാത്ത നോക്കൂ. വിശാലമായി എല്ലാം ഇവിടെ പടച്ചു വെച്ചിട്ട് അങ്ങാടിയും നിറച്ചിട്ടാണ് എന്താക്കുന്നത്, ഈ കോലത്തിലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ റിയാദ ഉണ്ടാവില്ലല്ലോ. അത് ഇല്ലായിട്ടാന്ന് വെച്ചിട്ട് ചെയ്യുമല്ലോ. ഇതാ വയുകസ്സിറു അലൈഹി മാ യുഹജ്ജിജു ബവാഇസഹു വയുഅക്കിദു ദവാഇഹി. അത് തിന്നാലും ആ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുവാനുള്ള പ്രേരണ ഇളക്കി വിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് എന്താക്കുന്നത്? മുജാഹദ ചെയ്യുന്നത്. കുല്ലു ദാലിക യംതഹിനു ബിഹി വയബ്തലി. ഈ കാര്യം എന്തിനാ ചെയ്യുന്നത്? ഇവനെ ഇംതിഹാൻ നടത്തുകയാണ്. എന്നിട്ടോ ഫയൻദുർ കൈഫ യൂസിറുഹു അലാ മാ യഹ്വാഹു വയൻതഹീഹി വകൈഫ യഹ്ഫദു അവാമിറഹു വയൻതഹീ അൻ നവാഹീഹി വയുവാദിബു അലാ ത്വാഅതിഹി വയൻസജിറു അൻ മആസിഹി. ഇനി സലാത്തില്ലാന്നല്ലേ? വസ്സലാത്തു അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിഹിൻ നബീഹി വറസൂലിഹിൽ വജീഹി സ്വലാത്തൻ തുസ്ലിഹു വതുഹ്ലീഹി വതർഫഉ മൻസിലതഹു വതുഇലീഹി വഅലൽ അബ്റാറി മിൻ ഇത്രതിഹി വഅഖറബിഹി വൽഅഖ്യാരി മിൻ സ്വഹാബതിഹി വതാബിഈഹി റളിയല്ലാഹു. സലാത്ത് പൂർണ്ണമായി ഒന്നില്ല. അമ്മാ ബഅദു ഫഅദമുൽ മുഹ്ലിക്കാത്ത്. അപ്പോൾ ഭക്ഷണത്തിന് കൺട്രോൾ ചെയ്യലും കുറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടലും എല്ലാം മുഖദ്ദിമയിൽ പറഞ്ഞ ഓരോ കലിമത്ത് കൊണ്ട് ബറാത്ത്. ഫഅലം എന്താ? അമ്മാ ബഅദു ഫഅദമുൽ മുഹ്ലിക്കാത്തി ലിബ്നി ആദമ. മനുഷ്യനെ ഹലാക്കാക്കുന്ന ഏറ്റവും വലിയ കാര്യം ഏതാണ്? ഷഹ്വത്തുൽ ബത്നാണ്. ഫബിഹാ ഉഖ്രിജ ആദമു അലൈഹിസ്സലാം വഹവ്വ മിൻ ദാരിൽ ഖറാറി ഇലാ ദാരിൽ ദുല്ലി വൽ ഇഫ്തിഖാർ. ദാറുൽ ഖറാറാകുന്ന സ്വർഗത്തിൽ നിന്ന് ദാറുൽ ഇഫ്തിഖാറാകുന്ന ദുന്യാവിലേക്ക് ആദം ഹവ്വ അലൈഹിമുസ്സലാത്തു വസ്സലാം പുറപ്പെടുവിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നു. കാരണം ഇത് നുഹിയ അനി ഷജറ, ഷജറത്ത് തടഞ്ഞല്ലോ. അപ്പോൾ ഖലബത്തുഹുമാ ഷഹവാത്തുഹുമാ. അപ്പോൾ അവരെ ഷഹവാത്ത് ഗാലിബായപ്പോൾ ഹത്ത അക്കല മിന്ന ഫബദത് ലഹുമാ സൗആത്തുഹുമാ. ഖുർആനിലുണ്ടല്ലോ. ഏത് എങ്ങനെ എന്നിട്ടാണ് തുമ്മല് 10ന്റെ ശാപത്തിൻ്റെ മുക്തമല്ലേ? അങ്ങനെ. പക്ഷെ എന്നാലും ഒന്നുമല്ല, കാലാകാലം നിൽക്കാൻ വേണ്ടി ഷഹവത്തിൽ 10 തന്നെയാണല്ലോ പറഞ്ഞു കൊടുത്തത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? ഷഹവത്തിൽ 10 ഉപയോഗപ്പെടുത്തിയത് ഇല്ല. പക്ഷേ വിശപ്പില്ലെങ്കിൽ നമ്മ ഫ്രൂട്ടെല്ലാം മാട്ടുന്നില്ല, മറ്റേ കൊണ്ടാന്ന് ചെത്തി തിന്നുന്നുണ്ടല്ലോ. അപ്പോൾ എച്ചിട്ട എല്ലാം തിന്ന് ഏമ്പക്കം പൊട്ടി വയല് പറഞ്ഞതിന് ശേഷം എന്താ ഐസ്ക്രീം എല്ലാം കൊണ്ടുവയ്ക്കുക. എന്തിനാ കുടിക്കുന്നത്? ഇത്ര മതി. പിന്നെ ബത്തക്കാണ് ഇപ്പോൾ അധികം കൊണ്ടിരുത്തത്. അതൊന്നും പൈച്ചിട്ടില്ലല്ലോ. ഇനി വൽ ബത്നു അല തഹഖീഖി യംബു അശ്ശഹവാത്ത്. ബത്നിൻ്റെ കാര്യം ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ എന്താണെന്നറിയോ? എല്ലാ ഷഹവാത്തിൻ്റെയും ഉറവിടം അവിടെയാണ്. വമംബിത്തുൽ അദ്വാഇ വൽ ആഫാത്ത്. എല്ലാ രോഗങ്ങളും മുളച്ചുണ്ടാകുന്ന കേന്ദ്രം അത് തന്നെയാണ്.
എല്ലാത്തിനും ഉദരരോഗം ചികിത്സിച്ചോളാം. ആസ്പത്രിയിൽ അതിന് വേണ്ടി മരുന്ന് കുടിച്ചൊന്നും വേണ്ട. വയറ്റിന് മാത്രം മരുന്ന് കുടിച്ചാൽ മതി എന്നാണ് ഡോക്ടർമാക്കളുടെ ചികിത്സ. അതാണ് വയറ് ക്ലിയറായി എല്ലാം ക്ലിയറായി. ഇത് ഷഹ്വത്തുൽ ഫർജ്, അതിന് കാരണം പറയുന്നതാ. ഷഹ്വത്തുൽ ഫർജ് അതിനോട് താപിയായിട്ട് വരും. വശിദ്ദത്തു ശബഖി ഇലൽ മൻകൂഹാത്ത്, നിക്കാഹ് ചെയ്യപ്പെടുന്നതിലേക്കുള്ളവൻ്റെ അത്യാഗ്രഹം പുറത്തു വരും. പിന്നെ അവിടെ നിന്ന് എന്താക്കും? പിന്നെ ഒരു സുമ്മ തത്ബഉ ഷഹ്വത്തു തആമി വശഹാദ് വൽ നിക്കാഹിനോട് സിദ്ദത്തു റഗബത്തി ഫിൽ ജാഹി. നേരത്തെ പറഞ്ഞില്ല ജാഹും മാലും വേണമല്ലോ, അല്ലെങ്കിൽ പെണ്ണിട്ടം കഴിയോ. അല്ലദൈനി ഹുമാ വസീലത്തുൻ ഇല തവസ്സുഇ ഫിൽ മൻകൂഹാത്തി വൽ മത്ഊമാത്ത്. ധാരാളം നിക്കാഹ് നടത്താനും ധാരാളം താമുകൾ ഉണ്ടാക്കാനും വിശാലമാക്കാനുള്ള വസീലയാണ് ഇത് മാലും ജാഹും. സുമ്മ യത്ബഉ ഇസ്തിക്സാറൽ മാലി വൽ ജാഹി, മാലിനെയും ജാഹിനെയും വർദ്ധിപ്പിച്ചാൽ എന്തുവരും? അൻവാഉ റുഊനാത്തി, ഒരുപാട് വിഡ്ഢിത്തങ്ങളുടെ അൻവായകൾ. വളുറൂബുൽ മുനാഫസാത്തി വൽ മുഹാസദാത്തി, അസൂയ വെക്കുന്ന കാര്യങ്ങളും അതുപോലെ മത്സരം, ജീവിത മത്സരം ഉണ്ടല്ലോ, ഞാനാണ് മുന്നോട്ടാവേണ്ടെന്ന്, അങ്ങനെ അൻവായകൾ ഇങ്ങനെ പുറത്തു വരും. സുമ്മയത്തവല്ലതു ബൈനഹുമാ ആഫാത്തുദ്ദിയാഇ, അതുപോലെ അതിനാൽ എന്തോ മാലും ജാഹിനാലും ഭാഷ തെറ്റിന ഇല്ല. വഗായിലത്തു തഫാഖുരി വത്തകാസുരി വൽ കിബ്രിയാ, കിബ്ർ കാട്ടുന്നതും വർദ്ധിപ്പിച്ച് പെരുപ്പിച്ച് കാട്ടലുണ്ടല്ലോ, തക്കാസുർ, അതുപോലെ ഫഖ്ർ, ഇതെല്ലാം അതിനോട് കൊടുക്കും. ഭാര്യ പയിച്ച ഇതിനൊന്നും നേരണ്ടാവില്ല. ഗായിലത്തെ അപകടങ്ങൾ. ഇത്തരത്തിലുള്ള ഹസദ് പിന്നെ ഹിഖദ് അദാവത്തിലേക്ക് എത്തിച്ചേരും. ثم يفضي ذلك بصاحبه إلى اقتحام البغي والمكر. മുൻകർ എന്നാ മക്കർ എന്നുള്ളത് മുൻകർ വൽ ഫഹ്ശാ, അങ്ങനെ ഒരുപാട് അക്രമങ്ങളും ഫഹ്ശാ മുൻകർ ഉണ്ടാക്കാൻ അത് പ്രേരിപ്പിക്കും. ഇതെവിടെ നിന്ന് തുടക്കം? വകുല്ലു ദാലിക സമറതു ഹിമാലിൽ മഅദതി, ആമാശയത്തിനെ എന്താക്കി അവൻ കടിഞ്ഞാടിടാതെ ഊരി വിട്ടത് കൊണ്ടുണ്ടായ കുഴപ്പാന്ന് പടിപടിയായിട്ടില്ല. എന്താ വമായതവല്ലതു മിൻഹ, ഈ മഅദത്തിൽ നിന്ന് ഉണ്ടാടുക്കുന്നു മിൻ ബതരി ശിബഇ, വയറ് നിറക്കുക എന്ന ആ ബത്തറും വലിംതിലാ നിറക്കലല്ല. വലൗ ദല്ലലൽ അബ്ദു നഫ്സഹു ബിൽ ജൂഇ, വിശപ്പ് കൊണ്ട് അബ്ദ് എന്താക്കി അവൻ്റെ നഫ്സിനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ വലയ്യക ബിഹി മജാരിയ ശൈത്വാനി, ശൈത്താൻ്റെ മാർഗങ്ങളെ നീക്കാക്കുകയും ചെയ്യുകയാണെങ്കിൽ ലാദ് അനത്തിൽ ത്വാഅത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ ത്വാഅത്തിന് വേണ്ടി അത് കീഴൊതുങ്ങുമായിരുന്നു. വലം തസ്ലുക് സബീലൽ ബത്രി വത്തുഗ്യാൻ, ബത്ർ തുഗ്യാൻ നിയമം മറികടക്കൽ, അതുപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യില്ലായിരുന്നു. പിന്നെ വലം യൻജറ ബിഹി ദാലിക ഇലൽ ഇൻഹിമാകി ഫിദ്ദുനിയ, ഈ ബത്തർ എന്താന്ന് ശിബാല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഇവൻ ഭരിക്കപ്പെടൂല. ഇലൽ ഇൻഹിമാകി ഫിദ്ദുനിയ, ദുന്യാവിൽ മുഖം കുത്തി വീഴാനും വൈസാരൽ ആജിലത്തി അലൽ ലുഖ്ബ, പാരത്രിക ജീവിതത്തിനേക്കാളും ദുന്യാവിൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണന കൊടുക്കാലിലേക്കും വലം യതകാലബ് കുല്ല ഹാദ തകാലുബ് അലദ്ദുന്യ, ദുന്യാവിലേക്ക് നായി ചാടി വിടലുണ്ടല്ല, തക്കാലബ് കൽബിൻ്റെ കോലം കെട്ടല്, തക്കാലബ ഒരു കൽബായി മാറല്, അതിലേക്കും പോവുകയില്ലായിരുന്നു. വൈദാ അളമത്ത് ആഫത്തു ഷഹവത്തിൽ ബത്നി ഇലാ ഹാദൽ ഹദ്, ഷഹവത്തുൽ ബത്നി കൊണ്ടുണ്ടാകുന്ന ആഫത്ത് ഈ ഹദ്ദിലേക്ക് എത്തിച്ചേർന്നില്ലേ. അതുകൊണ്ട് എന്താക്കും വജബ ശർഹു ഖവാഇലിഹാ, ഷഹവത്തുൽ ബത്നി കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ വ്യാഖ്യാനിക്കൽ വാജിബായി തീർന്നു. പിന്നെ ആഫാത്തിഹ, അതിൻ്റെ ആഫാത്തുകളെ വ്യാഖ്യാനിക്കലും എന്തിനാണത്? തഹ്ദീറൻ മിൻഹ, ആ ഷഹവത്തുൽ ബത്നിനെ തൊട്ട് കാത്തു സൂക്ഷിക്കാൻ. മാത്രമല്ല വവജബ ഇല്ലാഹു തരീഖിൽ മുജാഹദതി ലഹാ,
ഷഹ്വത്തുൽ ബത്തിനോട് എങ്ങനെയാണ് മുജാഹദ ചെയ്യേണ്ടത് എന്ന മാർഗവും എന്താക്കണം, വ്യാഖ്യാനിക്കൽ വാജിബായി. വത്തംബിഹു അലാ ഫദ്ലിഹ, ആ മുജാഹദൻ്റെ ഫദ്ല് എന്താണെന്ന് അറിയിക്കലും അതിനെ തർഗീബൻ ഫിഹ, ഈ മുജാഹദയിലെ ആശവലുണ്ട് അതിന് വേണ്ടിൻ്റെ ഫളായിലുകൾ. വകദാലിക, അത് ഒരു ബാബായി. ഷഹ്വത്തിൽ ഫർജി, ഫർജിൻ്റെ ഷഹ്വത്തിനെ പറ്റി വ്യാഖ്യാനിക്കലും ഫൈനഹ താബിയത്തുല്ലഹ, അതെന്താണ്, മഅദത്തിനോട് താബിയാണ്. അതുകൊണ്ട് വനഹനു നൂളിഹു ദാലിക, ഇതെല്ലാം വ്യക്തമാക്കി പറഞ്ഞു തരാം ബിഔനില്ലാഹി തആല. ഈ ഫുസൂലിൻ, കുറച്ച് ഫസലുകളിലായിട്ട് പറയും. യജ്മഉഹ, ആ ഫസൽ എന്താ ഉണ്ടാകല്, പിന്നെ ബയാനു ഫളീലത്തിൽ ജൂഇ, ജൂഇൻ്റെ ഫളീലത്ത് വ്യാഖ്യാനിക്കും. ജൂ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കലെന്നല്ല അർത്ഥം. ഭാര്യ തീരെ ഖാലിയായാലും ക്ഷീണവും എന്തെങ്കിലും ഒന്ന് ഹോട്ടലുണ്ടെങ്കിൽ നിർത്തണപ്പോൾ അതെല്ലാം പറയുന്നില്ലേ, ആ കോലത്തിൽ എന്താകാൻ പാടില്ല, പട്ടിണി കിടക്കാൻ പാടില്ല. അപ്പോൾ അത് അതായിപ്പോയി. കിട്ടിയ പോലെ തിന്നിട്ട് എന്താ ഹൽമിൻ മസീദ് ചോദിക്കുന്ന രൂപത്തിൽ ഒറ്റയ്ക്ക് എത്തിച്ചാൽ എന്താക്കും, മിൻ ജൂഇൻ വമിൻ ശിബഇൻ എന്ന് പറഞ്ഞ മാതിരി ഇഫ്രാത്തും പറ്റൂല തഫ്രീത്തും പറ്റും. ചുരുക്കത്തിൽ ആവശ്യക്കാരനായ ഒരു ഭാര്യയുണ്ട് എന്ന് മറന്നേക്കാവുന്ന ചുറ്റുപാടുണ്ടാക്കലാണ്. ഇവിടെ ജൂ എല്ലാം പറയുന്നത് ഒന്നും തിന്നാണ്ട് പട്ടിണി എടുക്കലെന്നല്ല. ശ്രദ്ധിച്ചിനാ, ഇഫ്രാത്തും പറ്റൂല തഫ്രീത്തും പറ്റാത്ത രീതിയിൽ ചിലതുണ്ടാകും. നല്ല അടിച്ചു വെച്ച് മന്തിയെല്ലാം തിന്നിട്ട് ചിലത് നിരസാലായിരിക്കും, തിന്നലല്ല. കാരണം മേശമ്മ കൊണ്ടുവച്ചാൽ എല്ലാം തീർക്കണ്ടേപ്പാ, എല്ലാത്തിനും കൈവെക്കണ്ടേ. അപ്പോൾ ഇത് തിന്നിട്ട് ചവച്ച് ഉണ്ടാക്കിയൊക്കെ മാളെണ്ണം ഇടിച്ചു പോയിട്ടുണ്ടാവും, ഒന്നുകൊണ്ട് തന്നെ വരുന്നത്. അപ്പം എന്താക്കുക, ഇർസാല്. അപ്പം ഇത് ദഹിക്കുമോ, ദഹിക്കുമ്പോൾ എന്നാലും ഭയങ്കര വേദന ഒന്ന് കടക്കിട്ടിപ്പാ, നിൽക്കാരെല്ലാം ബെയ്യാക്കിയിരിക്കാം, ക്ഷീണം മാറി തിക്കിരിക്കാം. ഇത് വയറ് ശല്യപ്പെടുത്തി നന്ന പട്ടിണി എടുത്തിട്ട് വയറിൻ്റെ പോച്ചലെടുത്താലും പട്ടിണി ബുദ്ധിമുട്ടാക്കൂലേ. ഇത് രണ്ടും ഇല്ലാത്ത രീതിയിൽ ഒരു മുത്തവസി തത്തലാണ് എന്നെന്താക്കും ശേഷം പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറക്കുന്ന കേട്ടിട്ട് ഒരാൾ പോയിട്ട് എന്താക്കിയെന്നറിയോ, പട്ടിണി കടന്ന് അങ്ങനത്തെ പിന്നെ ഇരുന്നിട്ടും കടന്നിട്ടൊക്കെ നിൽക്കിരിക്കേണ്ടി വന്നു ഈ പൊതായിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ ആ ഒന്നാം സഭ കൊണ്ട് മതിയാക്കിയിട്ട കേസ് കുറച്ച് അപ്പുറം വായിക്കണോ. ഈ ഉദ്ദേശിക്കുന്ന ഏതാന്ന്, നിങ്ങൾ ക്ഷീണിപ്പിച്ചിട്ട് നിൽക്കാരം എന്നിട്ടൊക്കെയിരിക്കുന്ന ചോലത്തിൽ പട്ടിണി കിടക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിശന്നപാട് കൊടുക്കാൻ പാടില്ല. നമ്മുടെ ജോയ് കാതിബും സാധിക്കും ഉണ്ട്. എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്പം തിന്നാൽ അത് മതിയാവുന്ന മറന്നേക്കാവുന്നതാണെങ്കിൽ ജോയ് കാതിബ് പറഞ്ഞത്. ഒരു ബിസ്ക്കറ്റാ അല്ലെങ്കിൽ ഒരു ഈത്തപ്പായ എന്തെങ്കിലും തിന്നാൽ അത് തീർന്നു, അതിനെക്കൊണ്ട് ഷെറ് പോയി. അല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. അതിനാ കാതിബായ ജ്യൂസ് കൂടിയാൽ സാധിക്കായ ജീവനെ പറയുന്നത് ചോറൾപട്ട എന്താ കൂട്ടാൻ, എന്താ കൂട്ടാനെന്ന് ചോദിച്ചാൽ ചോറ്റിന് അവ ശരിയായ വിശപ്പില്ല. കൂട്ടാൻ്റെ മഹിമ നോക്കിയിട്ട് വേണം എന്താക്കാൻ, മുളമ്പ് ചോറ് വയ്ക്കാൻ. അങ്ങനത്തെ രണ്ടംഗമല്ല, എന്തെങ്കിലും ആയിട്ട് വേണം. എന്താ കൂട്ടാൻ ഒന്നുമില്ല, ഒന്നാ ഉപ്പിൻ്റെ ആട്ട കൂട്ടാം. ആ ജോയ കറി അതന്നെ നമ്മൾ ജോയ കറിയാണ്. അതാ മുപ്പതെന്തെല്ലാം പറയും. ഫളീലത്തുൽ ജുഅ, ഇതിനെ കൊണ്ടുള്ള ഫവായിദ്, ഫളീലത്താകുമ്പോൾ എന്താകും, ആയാത്തും ഹദീസുകളും പറയില്ല. പിന്നെ ഫവായിദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന തബീയായ ആരോഗ്യപരമായ ഫവായിദാ പറയുന്നത്. രണ്ടെണ്ണം പറഞ്ഞില്ലേ. പിന്നെ സുമ്മ തരീഖുൽ റിയാദത്ത് ഫീ കസ്രി ഷഹ്വത്തിൽ ബത്ൻ, ഷഹ്വത്തുൽ ബത്ന ഉടക്കാൻ വേണ്ടിയുള്ള റിയാദ പറയും. എങ്ങനെ, ബി തഖലീലി മിന ത്വആം, തആമിൽ നിന്ന് അളവ് കുറക്കലുണ്ട്. വത്തഖീർ എന്ന് പറഞ്ഞാൽ സമയം മാറ്റില്ല. അങ്ങനെ 1 മണിക്കാന്ന് കേക്ക് കണ്ടിട്ട് 1 മണിക്ക് ടൈമിൽ രക്ഷിക്കണം എന്ന് പറയും. അത് നാളെ 1:30 ആക്കുക. ഇന്ന് അരമണിക്കൂർ എന്താക്കി, പിറ്റേന്ന് കുറച്ചും കൂടി ടൈം മാറ്റുക. അത് ഈ ഷഹ്വാത്തിൻ്റെ ഉണ്ടാക്കാൻ ന്യായീകരണമാണ്. എല്ലാം ഗ്യാസ് കഴിഞ്ഞ സമയമുണ്ടോ വയറ്റിൽ? അജിവഫ എന്ത് സ്ഥലമുണ്ട് അവിടെ എല്ലാം ഗ്യാസ് ഉണ്ടാവും. ഗ്യാസ് കളയാൻ വേണ്ടി ഇന്നലെ ആവില്ല. അങ്ങനെയാണെങ്കിൽ വേറെ അജിവഫ ഇല്ലാണ്ട് ജമാതാക്കി പടക്കേണ്ടി വരും. പക്ഷെ ഗ്യാസിൻ്റെ കൂടെ ട്രബിളും കൂടെ കൂട്ടണം. ട്രബിളും ആ ട്രബിളാകട്ടെ.
അതാദ്യം തന്നെ എന്താക്കിയതറിയോ, വിശക്കാതെ കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ശീലിച്ച്. ഈ കാലത്ത് 3 ട്രബിളുണ്ട്. ട്രബിളാത്തും സലാസ്. ഒന്നെന്താന്ന്, പെരുവരുക്കം ഭക്ഷണം, അത് വേവിക്കൂല. ഇറച്ചി പോലെ തിന്നുമ്പോൾ കരിമ്പ് തിന്നുമ്പോൾ മച്ചേക്കണം എന്ന് പറയും, ബഗ ഉണ്ടാക്കിയിട്ട്. രണ്ടാമത്തെ എന്താക്കും, ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ, വയറ് താങ്ങുന്നതല്ല കഴിക്കുന്നത്. മൂന്നാമത്തത് കൃത്യമായി ചവക്കൂല. ഈ 3 കൂടെ കൂടിയപ്പോൾ എന്തായി, ട്രബിളായി മാറി. അപ്പോൾ ട്രബിള് മജ്മുഉ മിൻ ഹാദിഹി സലാസ്. അങ്ങനെയാണ്. വെറും ഗ്യാസല്ല ആക്ഷേപം, ഗ്യാസ് ട്രബിളല്ലേ ആക്ഷേപം. അതന്നെ. അപ്പോൾ കൃത്യമായിട്ടാണെങ്കിൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കപ്പെടുന്നതല്ല. വിഷമണം എന്നല്ലേ മസ്തിർപ്പ. ഇന്നുള്ള ഭക്ഷണം ഇല്ലെങ്കിൽ ഞാൻ ബകലുണ്ടാ കുറേ ക്വാണ്ടിറ്റി കൊണ്ടേക്കും. മുഴുവനും അകത്താക്കണം, മറ്റൊരു കിട്ടാൻ പാടില്ല എന്നൊരു അസൂയ ഉണ്ട് അതിനുള്ളിൽ. പണ്ടൊരാളിങ്ങനെ ചോറുണ്ടേച്ചപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ വലിയ കരളാന്നാ വിചാരിച്ചത്. ആളെല്ലാം കയറ്റുന്നതിന് കൊടുക്കണം, വലിയ മുട്ടിൻ്റെ കൊട്ട്. ഇയാളാകെ നിരാശപ്പെട്ടു പോയി. പോത്തിൻ്റെ അതിന് പോത്തും കാലൊന്നും നമുക്കുണ്ടല്ലോ, ചുറ്റിക്ക് ഓടിയാലും തരും പോലും. നമ്മലെ പണ്ടൊരു പോയിട്ട് ഹോട്ടലിൽ കണ്ടേ, അല്ല നമ്മ കണ്ടതാന്ന് കണ്ടോ, നമ്മ തിന്നിട്ടില്ല, കണ്ടത്. പ്രത്യേകം പരസ്യം ഉണ്ടല്ലോ, ആ പെണ്ണുങ്ങളെ ഹോട്ടലുണ്ടല്ലോ നാട് സപ്ലൈ ചെയ്യുന്നു. പോത്തുംകാല് പുറത്ത് പോയിട്ടില്ലേ, നമ്മ സപ്പുവാൻ്റെ വർക്കുമില്ലേ. ഇപ്പം നടന്നു വരുമ്പോൾ ഒരു ഉമ്മയും മക്കളുണ്ട് ഹോട്ടലിനടുത്ത്. അപ്പോൾ നല്ല ഭക്ഷണം. എന്നിട്ട് നമ്മളോട് പൈസ വാങ്ങാൻ പറയും. ഉസ്താദ് ദ്വാരന്നാൽ മതി, നമ്മൾ പൈസ വാങ്ങിയിട്ട് ദ്വാരക്കാം. ലോറ് മൈഷത്തിനല്ലേ, നമ്മ വലിയ ആലിമ്യങ്ങൾ അങ്ങോട്ടും വിചാരിച്ചിട്ടുണ്ടാവും. പിന്നല്ലാന്ന് സുമ്മ ബയാൻ ഇഖ്തിലാഫി ഹുക്മിൽ ജൂഇ വ ഫളീലതിഹി ബിഖ്തിലാഫി അഹ്വാലിൻ നാസ്. ജനങ്ങളുടെ അഹ്വാലിൻ്റെ മാറ്റം കൊണ്ടെന്താക്കും, ജൂഇൻ്റെ ഹുക്കുമും അതിൻ്റെ ഫളീലത്തും മാറി വരും. എല്ലാവർക്കും ചിലപ്പോൾ ജൂഇ പറ്റൂല, വിശന്ന് നിൽക്കാൻ കഴിയാത്ത ആളുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരേ മാനദണ്ഡം കൊണ്ട് ആൾക്കാൻ പറ്റൂല. സുമ്മ ബയാനു റിയാദത്ത് ഫീ തർക്കി ശഹ്വ, അതിലുള്ള റിയാദ. അപ്പോൾ എന്താക്കി, ഒന്ന് കഴിഞ്ഞ്. സുമ്മൽ ഖൗലു ഫീ ശഹ്വത്തിൽ ഫർജ്, അടുത്തത് റിയാദത്ത്. റിയാദ എങ്ങനെയാല് റിയാദത്തല്ലേ, ഈ ശഹ്വത്തിനെ ഉപേക്ഷിക്കാനുള്ള റിയാദ വ്യാഖ്യാനിക്കുന്നല്ലേ പറയുന്നത്. പിന്നെ സുമ്മ ബയാനു മാ അലൽ മുരീദ് ഫീ തർക്കി തസ്വീജി വ ഫിഅലിഹി, ഒരു മുരീദ് അയാൾ കല്യാണം കഴിക്കണമോ വേണ്ടയോ എന്നതിൻ്റെ ഒരു ഹുക്കുമ്. എല്ലാവർക്കും കഴിച്ചുകൂടാന്നില്ല, എല്ലാവർക്കും കഴിക്കാമെന്നുമില്ല. സുമ്മ ബയാനു ഫളീലത്തി മൻ യുഖാലിഫു ശഹ്വത്തൽ ബത്നി വൽ ഫർജി വൽ ഐൻ, ബത്നിൻ്റെ ശഹ്വത്ത്, ഫർജിൻ്റെ ശഹ്വത്ത്, കണ്ണിൻ്റെ ശഹ്വത്തിനെ കൺട്രോൾ ചെയ്ത് മുഖാലഫ ചെയ്താക്കുണ്ടാകുന്ന ഫളായിൽ അതിൻ്റെ കൂലികളാണ് അടുത്ത് പറയുന്നത്. അപ്പം എത്ര വിഷയം. പനഹന നൂലിനാണ് ബയാൻ ഫളീലത്തിൽ ജോയ് ഫലായി. ജോയ് വേറെ ഫവായിദ് പറയണേ. ജോയ് എന്ന് പറഞ്ഞാൽ ആയത്തുകളോ ഹദീസുകളോ ഉദ്ദേശിച്ചു ഫളായിൽ പറയില്ല, മറ്റേതോ ആരോഗ്യപരമായ ഫവായിദാണ്. പിന്നെ സുമ്മ തരീഖുൽ റിയാദ, പിന്നെ സുമ്മ ബയാൻ ഇഖ്തിലാഫി ഹുക്മിൽ ജോയ്, സുമ്മ ബയാനു റിയാദത്തി ഫീ തർക്കി ശഹ്വ, സുമ്മൽ ഖൗലു ഫീ ശഹ്വത്തിൽ ഫർജി, സുമ്മ ബയാനു മാ അലൽ മുരീദ് ഫീ തർക്കി തസ്വീജി വ ഫീലിഹി, സുമ്മ ബയാനു ഫളീലത്തി മൻ യുഖാലിഫ്. അതില്ലേ നല്ല ഇമാമിനെ എന്താ ഇപ്പം ദ്വാരക്കുക, ഇവർക്ക് പ്രതിഫലം കൊടുക്കാൻ, അള്ളാഹിൻ്റെ റിദ്വാൻ കൊടുക്കാറുള്ളൂ. അതിനാക്കണമൊന്നും ഇല്ല, മേലെ ഇല്ലല്ല. റിദ്വാനും മിനല്ലാഹി അക്ബർ, അതല്ലേ മൂപ്പർ ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ. അതിനപ്പുറം തന്നെയോ.
റിദ്വാനും നിക്കാഹും കൊടുക്കാൻ ദ്വാരക്കാം അല്ലേ? കുറച്ച് വെള്ളം എടുത്താൽ ഇത്ര 3:45 അല്ലേ? അതാണ് ഈ ഫളീലത്തുൽ ജുഅ്. ഇങ്ങനെ അതിൻ്റെ തരീക്കല്ലേ അത് പക്ഷെ വിത്തക്കലേരി മിന താമി വത്തീറ. അപ്പോൾ നിങ്ങൾ കാഴ്ചക്ക് ഇപ്പോൾ ആവർത്തനം ഒന്നുണ്ടല്ലേ? അത് ഷഹവത്ത് ഒഴിവാക്കുന്ന വിഷയത്തിലുള്ള റിയാദയല്ലേ അറിയുന്നു. ഒഴിവാക്കാൻ എന്താണ് വേണ്ടത്? ആ മറ്റേത് തക്കലീര് സമയം മാറ്റലും അളവ് കുറക്കലും ആണ് മറ്റേത്. അത് അവാരിഫിൽ പറഞ്ഞതുപോലെ തുലാസിൻ്റെ ഒരു തട്ടിൽ 100 കാരക്കുരുടും. ഇത് മറുവശത്ത് എന്താക്കി ഭക്ഷണം വെച്ച്, അത് ഒരു ദിവസത്തെ ഭക്ഷണം ആ തൂക്കം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നോക്കുന്ന ഒരു കാരക്ക എടുത്തങ്ങ് ചാടി കുരു. അപ്പോൾ 99. ആ 99 കൊണ്ടപ്പോൾ തടി അറിഞ്ഞിട്ടുണ്ടാവില്ല, മെല്ലനെ അടുത്തേക്ക് ശീലമായി. അടുത്ത പ്രാവശ്യം എന്താക്കി ഒന്നും കൂടി ചാടിയാൽ 98ലേക്ക് എത്തി. അങ്ങനെ അവസാന റിയാദ വിചാരിച്ചാൽ 3 കാരക്കുരു ഒരു തട്ടിലും അതനുസരിച്ച് ഒരു നുള്ളു ചോറ് കൂടിയും വെച്ചാൽ അവർക്ക് മതിയായി. പഴയകാലത്ത് ഗുണകുടി മസ്ത എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റി പറയുന്ന കേട്ടോ, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, പറയും മുമ്പാണ്. മുമ്പ് എന്താക്കുമ്പോൾ ഒരു തൊണ്ടില്ലേ, ഇത് ചിരട്ടൻ പണ്ട് ഓലം കല്ലാക്കുന്നേ, ഔതംകാർക്ക് ഓലങ്കം കൊണ്ടുണ്ട് ഒരു പോയിന്റ്. ആ അതിന് ഭക്ഷണമോ ഏകദേശം എത്ര ഉണ്ടാവും? 2-3 പൊടി ഉണ്ടാകാം. നമ്മളെ ഒരു ടിഫിൽ കൊടുക്കുന്നു. ആ അതെന്താക്കുന്ന മൂപ്പര് തിന്നതിന് ശേഷം കംച്ചു സിമെൻറ്റ് അടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിങ്ങനെ അടിക്കൊണ്ടപ്പോൾ ചിപ്പളി പോയി 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 ചേട്ട ചെറുതായില്ലേ, അടുത്ത സായില്ലാണ് എടുക്കുന്ന ചെല്ലുമ്പോൾ തന്നെ ഇത് സിമെൻറ്റിൽ ഇങ്ങനെ അടിക്കൊണ്ടിരിക്കും. അവസാനം കാണുന്ന ആൾ പറയുന്ന ഒരു സ്പൂണിൻ്റെ വലുപ്പത്തിലേക്ക് എത്തിയില്ല. താങ്ങി 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 ഇത് വരുമ്പോൾ തേഞ്ഞിട്ട് പൊടി പോകുന്നുണ്ട്. മമ്പത്തെ മക്കാമി കാണുന്നില്ല, വലിയ ബണ്ണ 8 ഇഞ്ച് ബണ്ണുണ്ട്, ഉമ്മറ പടിയുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ തേഞ്ഞിട്ട് തീയായി ആളെ ചവിട്ടിയും കളഞ്ഞത്. ചെരുപ്പിടാത്ത കാലോടെ ചവിട്ടിയും ചെയ്യുന്നു. അത്രത്തോളം തേഞ്ഞിട്ട് ആ പടി ഇങ്ങനെ ആണെങ്കിൽ 2 തെറഫിൽ 8 ഇഞ്ച് വണ്ണുണ്ട്. നടു താങ്ങി 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 എന്താക്കിയത് ഇപ്പം അടുത്ത് പൊട്ടാൻ പോകും. അപ്പോൾ എത്ര ആയിരം ആളുകൾ അവിടെ ചവിട്ടി കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതേമാതിരി പാത്രം തേഞ്ഞു ആ പിറ്റേന്ന് അയിലാണ് കേട്ടോ, പിറ്റേന്ന് അയിലാണ്. അങ്ങനെ ആയി ഒരു സ്പൂണിൻ്റെ വലിപ്പത്തിലെത്തി. പെട്ടെന്ന് ഓർക്കാൻ കഴിഞ്ഞാലാവില്ല, ആ കഥ പൊട്ടിക്കളിയും. അപ്പോൾ ഒരു 5-10 നാടാണെങ്കിൽ എന്താക്കണം, ഒരു അരപ്പത്തിൽ അവിടെ ഒഴിവാക്കുക. ഒറ്റ സംഖ്യ നമുക്ക് ഒരു 10 ഒഴിവാക്കുക. അങ്ങനെ ആക്കി ചുരുക്കിയിട്ട് ഒറ്റ 10 കൊണ്ട് കഴിക്കാമല്ല. 3 നേരം തിന്നാൾ 2 നേരം തിന്നു മതിയാക്കുക. ഞാൻ ജാഥയില്ലാന്ന് പറഞ്ഞിട്ട് ഒരേ അടിക്ക് കഴിഞ്ഞാൽ നഫ്സ് ഇവിടെ ചെയ്യില്ല. അതേ തത്ഫീഫാക്കുക, നഫ്സിനെ തോപ്പിച്ചാൽ. ബസ് കയറാണെന്നില്ലേ ബാക്കി 50 പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പയ്യെ തരുമെന്ന് പറയും. അങ്ങനെ എത്ര 50 പൈസ എനിക്ക് കിട്ടി മീനരാമ്പൊക്കെ യാത്രക്കാർ കാലുമ്പോൾ 50 പൈസക്ക് വേണ്ടിയിട്ട് ഇതാ തത്ഫീഫ്, തടിയറിയാതെ കക്കല്. മില്ലിൽ പഠിക്കാൻ കൊടുത്താൽ എന്താക്കുന്നറിയാം, തേച്ചും നാളത്തെയും തീരുന്നതിന് മുമ്പ് ഒരു കൊട്ടലാണ്. അപ്പോൾ ഒരു 100 ഗ്രാമെങ്കിലും നാളത്തെ ബാക്കിയുണ്ടോ. പെട്രോൾ അടിക്കുമ്പോൾ ആണെങ്കിൽ ഒരു 30 മില്ലി കണ്ട് കെട്ടാലത്തെ വൈകുന്നേരം എത്ര രൂപ പെട്രോൾ കിട്ടി. قال رسول الله صلى الله عليه وسلم جاهدوا أنفسكم بالجوع والعطش. വിശപ്പ് ദാഹം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ നഫ്സിനോട് നിങ്ങൾ മുജാഹദ ചെയ്യണം. കാരണം ഫൈനൽ അജ്റ ഫീ ദാലിക, ഈ മുജാഹദയിൽ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അജ്റിൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫീ സബീലിൽ മുജാഹദ ചെയ്യുന്ന കൊടുക്കുന്നത് ഇതൊരു നൗഉ മിനൽ മുജാഹദയാണല്ലോ. വഅന്നഹു ലൈസ മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ജൂഇൻ വഅത്ശിൻ, ജൂഇ അത്ശിനേക്കാൾ അള്ളാഹ്ക്ക് പ്രിയങ്കരമായ ഒരു അമലുമില്ല. ഇനി
قال ابن عباس رضي الله عنهما قال النبي صلى الله عليه وسلم لا يدخل ملكوت السماء من ملأ بطنه. വയറ് നിറച്ച ഒരാൾ സമാഇൻ്റെ മലക്കൂത്തിലേക്ക് പ്രവേശിക്കൂല. അപ്പോൾ കൽബിൽ ഉണ്ടാകും ഹിജാബ് വന്നു, തടി കൊണ്ടല്ലല്ലോ പ്രവേശിക്കല്, കൽബ്. വഖീല യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഫ്ളലു എന്ന് ചോദിച്ചപ്പോൾ ഖാല മൻ ഖല്ല മത്അമുഹു വളഹ്കുഹു വരിള മറദിയ ബിമാ യസ്തുറു ബിഹി ഔറതഹു. അവൻ്റെ ഭക്ഷണം കുറഞ്ഞു, അവൻ്റെ ചിരിക്കലും കുറഞ്ഞു, പിന്നെ അവൻ ഔറത്ത് മറക്കാൻ മാത്രമുള്ള ഒരു വസ്ത്രം കൊണ്ട് പൊരുത്തപ്പെടുകയും ചെയ്തു. എളിയ ജീവിതത്തിലേക്ക് ഇശാറത്തായി. وقال النبي صلى الله عليه وسلم سيد الأعمال الجوع. അമലിൻ്റെ സയ്യിദാരാണ്, ജൂആണ്. വദുല്ലുൻ നഫ്സി, നഫ്സിൻ്റെ ദുല്ല് എന്ന് പറഞ്ഞാൽ ലിബാസു സൂഫ്, സൂഫിൻ്റെ വസ്ത്രം ധരിക്കലുമാണ്. وقال أبو سعيد الخدري رضي الله عنه പറഞ്ഞു قال رسول الله صلى الله عليه وسلم البسوا وكلوا واشربوا في أنصاف البطون فإنه جزء من النبوة. നിങ്ങൾ വസ്ത്രം ധരിച്ചോ, അതുപോലെ തിന്നോ കുടിച്ചോ. എന്തിന്? ബാത്തിനിൻ്റെ പകുതിയിലേക്ക്. അപ്പോൾ തുലസനാക്കണം കൂടി. അതിനുണ്ടല്ലോ അതല്ലോ അസായിമും റൊസയും. അസായിം ഏതാണ്? തുലസുല്ലി അല്ല ലുക്കൈമാത്ത് യുക്കൈന സുൽബഹു, ജീവൻ രക്ഷിക്കാൻ ആവശ്യമായത്. അതാണ് ഏത്? അസീമത്ത്. അതിനേക്കാണ് കുറച്ച് കൂടണം. ഒരു ആനുകൂല്യം കൊടുത്താൽ എന്തായി? സുലുസുല്ലി താമി സുലുസുല്ലി ഷറാബി. അതിനേക്കാണ് കുറച്ച് കൂടിയതിന് നിസ്ഫിലി. സുൽസാൻ നിസ്ഫ അധികമുള്ളവർ അല്ലെത്ര ആലോചിക്കാൻ മാത്രം ഉണ്ടാകും. സുലുസിനേക്കാണ് കൂടുതൽ നിസ്ഫിലി. അത് നോക്കിയാൽ മതിയല്ലോ, രണ്ടും കൂടെ കിട്ടുന്ന നിസ്ബ് എടുത്ത് നോക്കിയാൽ 30 എടുത്ത് നോക്കും. സുലുസ് എന്ന് പറഞ്ഞാൽ 10ആണ്, നിസ്ബ് എന്ന് പറഞ്ഞാൽ 15ആണ്. അപ്പോൾ സുലുസിൻ്റെ കൂടെ സുലുസ് കൂട്ടിയാൽ എന്തായാലും നിസ്ബാവും. സുലുസിനേക്കാണ് ഉണ്ടാകും സുലുസ് കയറും. മൊത്തത്തിൻ്റെ 1/3 കൂട്ടണം, 1/6 കൂട്ടിയാൽ നിസ്ബത്തു. കണക്കൂട്ടി നോക്കോ? അതെ. അപ്പം ഇത് കുറച്ചുകൂടെ കൂടി. അത് നബുവ്വത്തിൻ്റെ ജുസാണെന്ന്. നബിമാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. എല്ലാം അതും എല്ലാം വസ്ത്രം ധരിക്കലോ അല്ല, നമ്മളെ ബാബുവായിട്ട് ബന്ധം കുലുവശ്രബ്. അല്ല, അത് കുലുവശ്രബുലേക്ക് മാത്രമല്ല, ഇൻസാഫിൽ ഇൻബസൂലില്ലല്ല. അല്ല, അവിടുന്ന് കിട്ടും. എന്താണ്? സാക്കിൻ്റെ പകുതിയിൽ നിന്ന് വേണമെങ്കിൽ പിടിക്കാം, മറ്റേതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട്. പിന്നെ وقال الحسن رضي الله عنه قال النبي صلى الله عليه وسلم الفكر نصف العبادة وقلة الطعام هي العبادة. ഫിക്ർ എന്നുള്ളത് ഇബാദത്തിൻ്റെ പകുതിയാണ്. എന്നാൽ ഖില്ലത്തു തആമു ഇബാദത്ത് മുഴുവനുമാണ്. وقال الحسن أيضا قال رسول الله صلى الله عليه وسلم أفضلكم عند الله منزلة يوم القيامة أطولكم جوعا وتفكرا في الله سبحانه وتعالى. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ മൻസില ഏറ്റവും ഫദീലത്തുള്ളവർ യൗമുൽ ഖിയാമത്തിൽ വിശപ്പ് കൂടുതൽ ഉള്ളവരാണ്. അതുപോലെ ബില്ലാഹി എന്ന് അള്ളാഹിൻ്റെ ദാത്തല്ല തഫക്കുറിൻ്റെ മഹല്ല്. അത് പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അള്ളാഹുവിൻ്റെ അജായിബുൽ ഖുദ്റത്ത് തഫക്കുറത്തിൽ അത് തഫക്കുറിൻ്റെ ബാബിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ബില്ലാഹി ഇബാറത്തിട്ടാലും അള്ളാഹിൻ്റെ ദാത്തല്ല ഉദ്ദേശിക്കുന്നത്, അത് മഹലാണ്. പിന്നെ വഅബ്ഗദുകും ഇൻദല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമത്തി കുല്ല നഊമിൻ അഖൂൽ ശറൂബ്. നഊമേതാ? നൗമ് വർദ്ധിച്ചാണ് ഫഊല് വസ്നി നായി. ഫഊല് വസ്നി മുബാലഗ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അഖൂല് അഖിലിൻ്റെ ഫഊല് വസ്നി. ഷറൂബ് ഏതാണ്? ഷരീബാൻ്റെ ഫഊല് വസ്നി. അപ്പോൾ അമിതമായി തിന്നുക, അമിതമായി കുടിക്കുക, അമിതമായി ഉറങ്ങുക എന്നായി. وفي الخبر أن النبي صلى الله عليه وآله وسلم كان يجوع من غير عوز.
ഇല്ലായ്മ സംഭവിക്കാതെ തന്നെ എന്താക്കും തങ്ങൾ വിശക്കും. അതാണ് ഇഖ്തിയാരിയായ വിശപ്പ് എന്നർത്ഥം. ചിലപ്പോൾ ഇല്ലാഞ്ഞാൽ പട്ടിണി കിടക്കുന്നുണ്ടാവുമല്ലോ, അതല്ല. അതാ മുത്താനല്ലിതാലിക്ക വിശപ്പിന് ഇഖ്തിയാർ ചെയ്തിട്ടാണ് അങ്ങനെ. അപ്പോൾ ഇഖ്തിയാരിയാണ്, ഇഖ്തിയാറിയല്ല. وقال صلى الله عليه وسلم إن الله تعالى يباهي الملائكة بمن قل مطعمه ومشربه في الدنيا. ദുന്യാവിൽ വെച്ച് തിന്നലും കുടിക്കലും കുറഞ്ഞ ആളെ കൊണ്ട് അല്ലാഹു തആല പൊങ്ങച്ചം പറയുന്നത് ആ മനുഷ്യൻ നോക്കിയാട്ടെ. യഖൂലുല്ലാഹു തബാറക വതആല ഉൻദുറൂ ഇലാ അബ്ദി, എൻ്റെ അബ്ദിനെക്കുള്ള നോക്ക് മലക്കുകളെ, ഇബ്തലൈതുഹു ബിത്ത്ആമി വശറാബി ഫിദ്ദുനിയാ, ദുന്യാവിൽ താം കൊടുത്തിട്ടും ഷറാബ് കൊടുത്തിട്ടും അവൻ ഞാൻ പരീക്ഷിച്ചു. ഫസബറ, അവനെന്താക്കി സബൂറാക്കിയിട്ട് വതറകഹുമാ, അത് രണ്ടും ഒഴിവാക്കി എന്നാണ്. തീരെ തിന്നൂല എന്നല്ലതാ കുറച്ച് കണ്ടോ. ഞാൻ മുമ്പുള്ളവർക്ക് തല്ലാന്നല്ലേ പറഞ്ഞു. ഇശ്ഹദൂ യാ മലായികതി മാ മിൻ നുക്ലത്തിൻ യദഉഹാ, അവൻ ഉപേക്ഷിച്ച ഒരു പൊടി ഭക്ഷണമുണ്ടെങ്കിൽ ഇല്ല അബ്ദൽതുഹു ബിഹാ ദറജാത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ദറജാത്തിനെ ഞാൻ അവന് പകരമാക്കി കൊടുക്കാതെ ഇല്ല. ഇത് അതേ നടക്കാൻ മാത്രമേ ഉണ്ട്, പക്ഷെ നടക്കൂല. അതല്ല ഇഖ്തിയാരി. وقال صلى الله عليه وسلم أطميت القلوب بكثرة الطعام والشراب. അപ്പോൾ അങ്ങനെ പറയണം ബാലല്ലേ എസലോടെ എല്ലാ എസലും അറിയാൻ പാടില്ല പറയറ്റും. ആരെസലാണോ വേണ്ടത് എന്ന് മോഡെന്ന് വെച്ചാൽ 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നല്ല മോശിരൻ എസലാക്കുന്ന ആളെ തന്നെ പറയും. ആരെങ്കിലും എസല് പറഞ്ഞാൽ മതി, ഇന്ന മോഡലും. കൽബുകളെ നിങ്ങൾ എന്താക്കാൻ പാടില്ല, മരിപ്പിക്കാൻ പാടില്ല. താമ് ഷറാബ് കൂടുതൽ കഴിച്ചിട്ട്. അപ്പോൾ കസറത്ത ഉദ്ദേശം. ഫൈനൽ കൽബ കസ്സർഇ, കൽബ് എന്ന് പറഞ്ഞ സാധനം കൃഷി പോലെയാണ്. യമൂത്തു ഇദാ കസറ അലൈഹിൽ മാ, കൂടുതൽ വെള്ളം ഒഴിച്ചാൽ എന്താക്കും, അത് ചീഞ്ഞു പോകും. അല്ലേ മുറാജി? മുറാജി ഉറങ്ങിപ്പോയാ? وقال صلى الله عليه وسلم ما ملأ ابن آدم وعاء شرا من بطنه, ഒരു മനുഷ്യനും ഒരു ബേഗും നിറച്ചിട്ടില്ല ബത്തിനേക്കാണ് മോശമായ ബേഗ് വരില്ല എന്ന് പറയും. എന്താണ്? ഹസ്ബു ഇബ്നി ആദമ ലുഖൈമാതുൻ യുഖിന്ന സുൽബഹു, അവൻ്റെ സുൽബിനെ നിലത്ത് അവൻ ആവശ്യമായ ഏതാനും പിടിച്ചേ കൊണ്ടു. അപ്പോൾ ലുഖൈമാത്തുനിന്ന് ആനപ്പൊടി തർത്തം വെച്ചേക്കല്ലേ, ആനപ്പിടിയാൻ 2-3 പിടി പിടിച്ചാൽ തന്നെ അതല്ല. അതേതാണ് അസീമത്ത്. വൈകാനലാബുദ്ദഫായിനി, കൂടിയാലേ പറ്റുമെങ്കിൽ വസുലുസുല്ലി തആമിഹി വസുലുസുല്ലി ശറാബിഹി വസുലുസുല്ലി നഫസിഹി. അപ്പം അതനുവാദം. അതിൻ്റെ അപ്പുറം വിട്ട അനുവാദമില്ല. അത് വയറ്റിൻ്റെ ആയം നോക്കണം, ഒരു മീറ്റർ വെക്കണം. ഓരോന്നിനാണ്. ഓട്ടോറിക്ഷ 3 ആൾ കയറുമ്പോൾ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ബസ്സിലാണെങ്കിൽ 100 ആൾക്ക് കയറാല്ല, ഒറ്റ സീറ്റേ നിറയുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ബസ് കണക്ക് എന്താ വയലാണെങ്കിൽ ഓട്ടോറിക്ഷക്കാരൻ എന്താക്കി വയൽ നിറഞ്ഞ് ശിബായി ഇവനിക്കോ ഒരു സീറ്റ്. എന്നാ وفي حديث أسامة بن زيد وفي حديث أبي هريرة رضي الله عنه الطويل, നീണ്ട ഹദീസ്. തവീൽ എന്തിനാണ്? ഹദീസിനെ സിഫത്തെ വിക്റു ഫളീലത്തിൽ ജൂഇ, ജൂഇൻ്റെ ഫളീലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇദ് ഖാല ഫീഹി ഇന്ന അഖറബൻ നാസി മിനല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമത്തിൽ, ആരാണ്? മൻ ത്വാല ജൂഉഹു വഅത്ശുഹു വഹുസ്നുഹു ഫിദ്ദുനിയാ, ദുന്യാവിൽ ദുഃഖവും ജൂഉം അതിശും കുറേ നീണ്ടുപോയ അസാധുക്കം. അല്ല, ഹുസ്ന സാധനം ഈ ദുന്യാവിൽ വെച്ചതല്ലേ, ദുന്യാവിൻ്റെ വിഷയത്തിനുള്ള ഹുസ്നല്ല. ആ ഫിദ്ദുന്യാൻ്റെ താലൻ്റെ ലറുഫല്ലേ ഇത്.
അൽ അഖ്ഫിയാഉ അൽ അത്ഖിയാഉ അല്ലദീന, അഖ്ഫിയ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞു കിടക്കുകയാണ് അവർ, പ്രസിദ്ധിയില്ല. അത്ഖിയാകാരാണ് തഖ്വയുള്ളവർ, ഇപ്പോൾ ജനങ്ങളിൽ ഹമൂലായിട്ടിങ്ങനെ കിടക്കുന്നു. ഇൻ ഷഹിദൂ ലം യുറഫു, അവർ ഏതെങ്കിലും സദസ്സിൽ പങ്കെടുത്തെങ്കിൽ ആർക്കും ഓറെ പരിചയമില്ല. ഇത് ഖഫിയ് കാരണം ഇത് ഹുമൂലിൻ്റെ ബാബിൽ ഹിക്കമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ഖഫിയിൻ്റെ ജമ്മക്കിൽ നിന്നുണ്ടാൽ അത്തഖിയ ഖഫിയ് മുഹമ്മദാണ്. അപ്പോൾ എന്തായിരുന്നു അർത്ഥം കൊടുക്കല്? പക്ഷേ മുഹമ്മദായ ഹാ കൊടുത്താൽ ഈ ഹദീസ് ഹുമൂലിൻ്റെ ബാബിലില്ലേ, ഇദ്ഫൻ ബുലൂദക ഫി അബ്ദുൽ ഹുമൂൽ എന്ന് പറഞ്ഞ ബാബിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹഫിയൻ്റെ ജമ്മ, ഹഫിയ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന നടന്നല്ല. നബി ഹഫിയ ചെറുത്തതിന് തുടക്കത്തിലുണ്ടല്ലോ ഒരു ഹഫീൻ്റെ വാക്ക് ഇല്ലേ, പറഞ്ഞില്ലേ? സ്നേഹിക്കുന്ന ആളെന്നല്ല, പിരിച്ചപ്പെട്ട ആളെന്ന്, അതാളെ ഒക്കുന്നില്ല. അപ്പം ശേഷം പറഞ്ഞ ഇൻ ഷഹിദൂലം യുറഫു, അവരെവിടെയെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരെപ്പറ്റി ആർക്കും പരിചയമില്ല. വൈൻ ഖാബൂലം യുസ്തഖദൂ, അവർ മറഞ്ഞു പോയതാണെങ്കിൽ ആരും അന്വേഷിക്കാറില്ല. എന്താ മൂപ്പറെ കാണാത്ത, അന്വേഷിക്കൂല. അപ്പം അതെല്ലാം സൂചിപ്പിക്കുന്നിടത്തേക്ക് നഖ്ഫിയയിലേക്കല്ലേ. തഅരിഫുഹും ബിഖാഉൽ അർളി, ഭൂമിയുടെ സ്ഥലങ്ങൾക്ക് ഉറപ്പിരിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്തെടുത്ത് ഉണ്ടാവുമല്ലോ. പിന്നെ വതഹഫു ബിഹിം മലായികത്തുസ് സമാഇ, വാനലോകത്തുള്ള മലക്കുകളുടെ പോലെ പൊതിയുകയാണ്. പിന്നെ നഇമന്നാസു ബിദ്ദുന്യാ, ദുന്യാവ് കൊണ്ട് ജനങ്ങളെല്ലാം സുഖം അനുഭവിക്കുമ്പോൾ വനഇമു ബിതാഅത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ താഅത്ത് കൊണ്ടാണ് അവരുടെ സുഖം. കണ്ടോ? ഇഫ്തറസന്നാസുൽ ഫുറുശൽ വസീറ, നല്ല മയമുള്ള വിരിപ്പുകൾ എന്താക്കും ജനങ്ങൾ വിരിപ്പാപയോഗിക്കുമ്പോൾ, വഫ്തറസുൽ ജിബാഹ വറുകബ, നെറ്റിയും മുട്ടും അവർ വിരിപ്പാക്കുന്നതാണ് സുജൂദിൽ. നെറ്റിയും മുട്ടും ഭൂമിയിൽ വെക്കുന്ന ഇബാദത്ത് ഏതായിരിക്കും? സുജൂദ്. പിന്നെ നബിമാരുടെ പേരും നബിമാരുടെ സ്വഭാവങ്ങളും ജനങ്ങൾ പാഴാക്കിയപ്പോൾ വഹഫിളൂഹും, നമ്മ ഈ പറയുന്ന ആളുകൾ അത് കാത്തു സൂക്ഷിച്ചവരാണ്. തബക്കിൽ അർളു ഇദാ ഫഖദതുഹും, ഭൂമിയിൽ അവർ നഷ്ടപ്പെട്ടാൽ ഭൂമി ഇങ്ങനെ കരയും. വയസ്ഖത്തുൽ ജബ്ബാറു അലാ കുല്ലി ബൽദത്തിൻ ലൈസ ഫിഹാ മിൻഹും അഹദുൻ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളും ഇല്ലാത്ത ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കോപമിറങ്ങും. പിന്നെ ഒപ്പം എന്തായി, ഏതെങ്കിലും ഈ പറയപ്പെട്ട ഉസ്ഫുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ കോപം അവിടെ ഇറങ്ങൂലെന്ന് വരും. അത് വാരിഫിരി എൻ്റെ നസ്സായ ഹദീസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളെല്ലാം കുരുത്തം കെട്ട് ഒരു അദാബ് ഇറക്കണോ തീരുമാനിക്കുമ്പോൾ പാതിരാക്ക് കണ്ണുനീര് ഒലിപ്പിക്കുന്ന കുറേ ദ്വാരക്കുന്ന ആളുടെ ഒഴിവാക്കി അവരെ കാണുമ്പം അല്ലാഹു തആല പിൻവലിച്ച് കളയും. കാരണം സബഖത്ത് റഹ്മത്തി ഗളബി, അവരോടുള്ള റഹ്മത്താണ് ഗാലിബ്, റഹ്മത്തിൻ്റെ ആസാർ ഗാലിബ് എന്നർത്ഥം. അവന് അത്ര ഉണ്ടായി ആകുന്ന ഈ ഭാഗത്ത് എടുക്കുന്നുണ്ട്. അള്ളാഹ് അനുയോജ്യമായ ഈ ഭാഗത്ത് എന്താകുക? അപ്പോൾ അതാത് സമയത്ത് എന്താ നമുക്കാവുന്നത്? സുബ്ഹാനല്ലാഹി അങ്ങനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ, ഇസ്തിഗ്ഫാർ അതങ്ങനെ. പിന്നെ ലം യതകാലബു അല ദുനിയാ, ദുന്യാവിൻ്റെ മേലിൽ അവർ നായ്ക്കളായിട്ടില്ല. തകാലുബൽ കിലാബി അലൽ ജിയഫി, ശവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നായ്ക്കൾക്കുള്ള തക്കാലുമുണ്ടല്ലോ, തിന്നാൻ വേണ്ടി ഓടിച്ചാടി പിടിക്കല്, അത് ഇവർക്കില്ല. അക്കലുൽ അലക്ക വലബിസുൽ ഹിറക്ക, അലക്ക് എന്ന് പറഞ്ഞ ഒരു കൈപ്പുള്ള സാധനം തോന്നും. എന്താ പറയുന്നത് മലയാളത്തിൽ? തുറമ, താമിൻ്റെ പേരാ. താമിൽ നിന്ന് കുറഞ്ഞിരുന്ന. പിന്നെ കീറത്തുണികളാണ് അവർ ഉടുക്കല്. ഷുഅസൻ ഓബുറൻ, മുടി ജടകുത്തിയവരാണ്, ശരീരത്തിൽ പൊടി വരണ്ടിട്ടുണ്ടാകും.
യറാഹുമുന്നാസു ജനങ്ങൾ അവരെ കാണുമ്പോൾ ഫയളുന്നൂന അന്ന ബിഹിം ദാഅ ഇവർക്കെന്തോ രോഗം പിടിച്ചേ രോഗികളാണ് എന്നാണ് ജനങ്ങൾക്ക് വിചാരിക്കുന്നത്. പിന്നെ പക്ഷെ ഒമാബിഹിം ദാഅൻ ഓർക്ക് ഒരു രോഗവുമില്ല. വയുക്കാലു ഖദ് പിന്നെന്താണ് ഹോലിത്തു എന്ന് വാവുണ്ടാ അല്ല കോലിത്തു എന്ന് വാവുണ്ടാ അല്ല കോലിത്തു എന്നുള്ള ചുരുക്കത്തിൽ അക്കലിന് കോട്ടം പറ്റിയെന്നാണ്. അപ്പം പദഹബത്ത് ഉഖൂലുഹും അവർക്ക് ഭ്രാന്തന്മാരായി പോയി എന്നാണ് ആളുകൾ പറയില്ലേ. വമാ ദഹബത്ത് ഉഖൂലുഹും പക്ഷെ അവരുടെ ബുദ്ധിക്ക് ഒരു കോട്ടവുമില്ല. വലാകിൻ നദറുൽ ഖൗമി ബി ഖുലൂബിഹിം പിന്നെ ഇലാ അംരില്ലാഹി തആല അല്ലദി യദ്ഹബു അൻഹുമുദ് ദുനിയാ. വലാകിൻ അവരെ കോട്ടം കൽബ് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അമ്രിലേക്ക്. അവരെ തൊട്ട് ദുന്യാവിനെ അള്ളാഹു തആല പോക്കിക്കളഞ്ഞു. ദുന്യാവിൽ സുഖിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദുന്യാവിൻ്റെ അഹലുകാര കാഴ്ചയിൽ അവർ അക്കലില്ലാണ്ട് നടക്കുന്ന വിരാന്തന്മാരാണ്. പക്ഷേ അക്കലൂഹീന ദഹബത്ത് ഉഖൂലുന്നാസ് ജനങ്ങളെ ബുദ്ധി പോയപ്പോൾ ഇവർ വലിയ ബുദ്ധിമാന്മാരാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന എന്ന് പറഞ്ഞതിൻ്റെ മനയിലേക്ക് എത്തി. പിന്നേതാ ലഹുമുശ്ശറഫ് ഫിൽ ആഖിറത്തിൽ അവർക്ക് വലിയ ഷറഫുണ്ട്. യാ ഉസാമ റളിയല്ലാഹു അൻഹു ഇദാ റഅയ്തഹും ഫീ ബൽദത്തിൻ ഒരു നാട്ടിൽ നീ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫഅലം അന്നഹും അമാനുൽ ലി അഹ്ലി തിൽകൽ ബൽദത്തി ആ നാട്ടിൻ്റെ അമാനാണ്, സംരക്ഷണമാണ്. വലാ യുഅദ്ദിബുല്ലാഹു ഖൗമൻ ഹും ഫീഹിം അവർ ഉള്ള ഒരു ഖൗമിനെ അല്ലാഹു തആല അദാബ് കൊടുക്കൂല. നമ്മൾ നേരത്തെ വന്നതിൻ്റെ മഫ്ഹൂം കൂടി വന്ന് അൽഅർളു ബിഹിം ഫരിഹത്തുൻ ഭൂമി അവരെ കൊണ്ട് സന്തോഷിക്കുന്നതാണ്. വൽ ജബ്ബാറു അൻഹും റാളിൻ ജബ്ബാറായ അല്ലാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടനാണ്. പിന്നെ അതിൻ്റെ പുറം ഇത്തഖിദ്ഹും ലിനഫ്സിക ഇഖ്വാനാ നിന്റെ തടിക്ക് അവരെ സുഹൃത്തുക്കളാക്കി നീ സൂക്ഷിക്കണേ. അവരെ കണ്ടാൽ അസ അൻ തൻജുവ ബിഹിം അവർ മുഖേന നീക്കെന്താകും രക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വഹബത്ത് കൊണ്ടുള്ള സാധ്യത. വൈനിസ്തതാഅത അൻ യതിയകൽ മൗതു അതാ നമ്മൾ വിഷയിലാണ്. നിനക്ക് മൗത്ത് വരാൻ സാധിക്കുമെങ്കിൽ വബതുനുക ജാഇഉൻ നിന്റെ ബാത്തിന് വിശക്കുന്ന അവസ്ഥയിൽ ഒരു ഹാലി ബാബ് ഹാലി വകബദുക ലംആനും നിന്റെ കരളിന് ദാഹമുണ്ട്. അങ്ങനെ നിനക്ക് മരിക്കുന്നെങ്കിൽ അല്ല അങ്ങനെ ചെയ്തോളി. മരിക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ല ഹാലാന്നെന്നെല്ലാം പറഞ്ഞത് ഒന്ന് വയറ്റിൽ നിറക്കാതെ കൊണ്ടും പിന്നെ വെള്ളം കുടിക്കാതെയുണ്ട്. അതിൻ്റെ ആത്താൻ അവിടത്തേക്കല്ല എത്തല്ലേ. ഫഇന്നക തുദ്രികു ബിദാലിക ശറഫൽ മനാസിൽ മൻസിലുകളിലെ ഷറഫ് ഇതുകൊണ്ടാണ് നിനക്ക് എത്തിക്കുന്നത്. പിന്നെ തഹല്ലു മഅൻ നബിയ്യീൻ നബിമാരോടൊപ്പം നീ ആ മനാസിലിൽ ഇറങ്ങും. വതഫറഹു ബിഖുദൂമിക നീ വരുന്നുണ്ടെന്നറിഞ്ഞ ബി ഖുദൂമി റൂഹിക നിന്റെ റൂഹ് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷിക്കുന്നതാരി അൽ മലായികത്തു സന്തോഷിക്കും. വയുസല്ലി അലൈക്കൽ ജബ്ബാറു സുബ്ഹാനഹു വതആല നിനക്ക് അനുഗ്രഹങ്ങൾ ചെയ്യും. സലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് വഹിയ മിനല്ലാഹി റഹ്മത്തു എന്നല്ല. 5 മിനിറ്റ് ഉണ്ട്. അഞ്ച് മിനിറ്റ് പോട്ട്. روى الحسن عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وآله وسلم قال البسوا الصوف وشمروا وكلوا في أنصاف البطون تدخلوا في ملكوت السماء. സൂഫ് ധരിക്കണം എന്നുവെച്ചാൽ വസ്ത്രത്തിൽ താണത് ഉണ്ടാക്കണം. സൂഫ് തന്നെ അതിനെന്നെ മുറാദല്ല. പിന്നെ മയന മുറാദാക്കിയാൽ അതിലുണ്ടാവില്ലേ. അതിന് മുറാദാക്കിയാൽ എന്നോടൊരു ഡോക്ടർ പറഞ്ഞ് പോത്തിറച്ചി കൂട്ടുണ്ടാവും. അയാൾക്ക് അസൂയ കൊണ്ടായിരിക്കും. എനിക്ക് പോത്തിറച്ചി കൂട്ടിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ് ഞാൻ നെസുമെന്നൊക്കെ കിയാസ് എനിക്കില്ല. എന്താണ് പോത്തിൻ്റെ ചാറുകൂട്ടം ഇറച്ചി എന്നാലും നെസ് പറഞ്ഞില്ലേ. ആ ചാറ് കൂട്ടണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം നെസ്സുമെന്ന് കിയാസ് എടുക്കുകയും ചെയ്തു.
അപ്പോൾ ഹിന്ദുസ് സൂഫാണ്, സൂഫിൻ്റെ അതിന് പോകണമെന്നില്ല. അക്കാലത്ത് എന്ത് താണ് ഉൾപ്പെടാം. വശമ്മിറോ എന്ന് പറഞ്ഞാൽ നരാണിക്ക് മോള് കയറ്റുക, ഇട്ടുവലിക്കാതെ. അപ്പോൾ കുലു, അവിടെ നമ്മളെ ചർച്ച, ഓ കുലു ഫി അൻസാഫിൽ ബുത്തൂൻ, പള്ളിൻ്റെ പകുതിയിലേക്ക് ഭക്ഷിച്ചോ. എന്നാൽ അത് കുലു ഫി മലക്കൂത്തുസമാൽ, മലക്കൂത്തുസമാൽ പ്രവേശിക്കുന്ന നേരത്തെ നിറഞ്ഞ ആൾ പ്രവേശിക്കൂല എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റോടെ കിട്ടി. നേരത്തെ എന്താ പറഞ്ഞ ലാ യദ്ഖുലു മലക്കൂത്തുസമായി മല ബത്നഹു, വലിയ ഡിഗ്രി കിട്ടും. وقال عيسى عليه السلام برضو يا معشر الحواريين أديعوا أكبادكم بنا وعروا أجسادكم لعل قلوبكم ترى الله عز وجل. ഹവാരിയാക്കളുടെ കൂട്ടമേ, നിങ്ങളെ കബുതുകൾക്ക് വിശപ്പ് അനുഭവിപ്പിക്കണം, അതുപോലെ ശരീരത്തിന് നഗ്നത, അവറത്ത് അതിൽ നിന്ന് പിടിച്ചല്ലേ, അതിനടക്കം തൊണ്ണെടുക്കാൻ നടക്കണമെന്നല്ല, മേത്തരം വസ്ത്രങ്ങളെ തൊട്ടുള്ള ഇത് വേണമെന്ന്. വലിയ പകിട്ടാർന്ന വസ്ത്രം ധരിക്കണ്ട എന്നല്ലാണ്ട് അവറത്ത് ഒഴിവാക്കാൻ ആരും കൽപ്പിക്കുമോ? ഇപ്പോൾ ഗുണം കിട്ടുന്ന മസാലയിലുണ്ട് പോലും, എനിക്ക് എത്രയാ വോയിസ് വരുത്ത് ഫോണില്ലാത്ത നന്നായി. നിങ്ങൾ പറഞ്ഞ് പൊക്കം ഇറക്കണം മുട്ടും ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കോണം കെട്ടി നടക്കാൻ നീക്കിയിരിക്കാവുന്ന മസാല ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്ന ഈ കോണം കെട്ടാനായിട്ട് ഇത്ര പൂതി എന്നാൽ നിങ്ങളൊന്ന് പറഞ്ഞോളാം. ഞാനേതായാലും പറഞ്ഞാൽ ഞാൻ തെറ്റിപ്പറേണ്ടിയല്ലേ. നിങ്ങൾ പറഞ്ഞ് അടുത്ത വോയിസിൽ പറയാം കോണവും കൊട്ടി നടക്കാം, സൗഹൃദത്തിന് മാത്രമേ അവിടത്ത് കൊണ്ടുപോകും. എന്നാൽ പിന്നെ ലോകത്തെന്താ അങ്ങനെ ആരെയും കാണാത്ത? ഇപ്പം അമേരിക്കക്കാർ ഇറങ്ങുമ്പോൾ അബുദാബിയിൽ കാണുന്നുണ്ട്. അത് ആണിനും പെണ്ണിനും ഗുണംകെട്ടില്ലാന്നെങ്കിൽ പിന്നെ പറയാനുമില്ല. അല്ല, അബുദാബിയിലും ചില ഭാഗത്തുണ്ട്, അങ്ങോട്ട് പോകാനേ പറ്റില്ല. അപ്പോൾ ലഅല്ല ഖുലൂബക്കും തറല്ലാഹ അസ്സ വജല്ല, നിങ്ങളെ കൽബ് അള്ളാഹനെ കാണലുന്നുണ്ടെന്നാണ്. അള്ളാഹനെ കാണലിൻ്റെ ഉദ്ദേശം പരമാവധി ഇടുന്നതാണ് മുഷാഹദ. ലിഖാഹ് പരലോകത്തിലുള്ളൂ. അപ്പോൾ ഇയാനൻ എന്നുണ്ടാക്കും സൂഫിയാക്കൾ ഇബാറത്തിട്ടാൽ ഹഖീഖത്തൻ ഇയാനല്ല ഇസ്തിആറത്താണ്. ഇത് കണ്ണുകൊണ്ട് കണ്ടാൽ എപ്രകാരമുണ്ടോ ഇവരുടെ സുഹൂദിൻ്റെ ആ തിളക്കം, അത് കണ്ണുകൊണ്ട് കണ്ട പോലെ ആക്കിയിട്ട് യാനൻ എന്ന് ഇസ്തിആറത്തിൻ്റെ ഇബാറത്താണ്. ഇസ്തിആറത്ത് അങ്ങനെയല്ലേ, ആദ്യം തശ്ബീഹ് ഉണ്ടാകും, പിന്നെ തശ്ബീഹും ബലീഗ് ഉണ്ടാകും, പിന്നീട് ഇസ്തിആറത്ത് ഉണ്ടാകും. തശ്ബീഹിന് എല്ലാ റുക്കുനുണ്ടാകും, മുശബ്ബഹും മുശബ്ബഹ് ബിഹിയും വജൂഹുശബ്ബഹും ആലത്തും എല്ലാം ഉണ്ടാകാം തശ്ബീഹിന്. ഇനി ആ രണ്ട് തറഫ് മാത്രം പറയുമ്പോൾ എന്താകും? തശ്ബീഹും ബലീഗായി. ഒറ്റ തറഫ് മാത്രം പറഞ്ഞിട്ട് മറ്റേത് മുറാദാക്കിയാൽ എന്താകും? ഇസ്തിആറത്തും. മുഖ്തസറിൽ ഒതുക്കിയിപ്പോൾ ആകും മുഖ്തസർ ഫന്നുൽ ബയാൻ എന്തെങ്കിൽ തന്നെ ഉള്ളൂ. പിന്നെ അതിന് പല ജാതി പേര് കൊടുത്തിട്ട് പറയലല്ലേ, കാര്യത്തിനുള്ള എല്ലാം തീർന്നില്ലേ? ഇതങ്ങനെ തന്നെയല്ലേ? ആകെ എത്ര മർത്തബാണ്? തസ്ബീഹ്, തസ്ബീഹും ബലീഗ്, ഇസ്തിആറത്ത്. ഇത് മുഖ്തസറിൽ മുഖ്തസർ, അഖ്തസർ. ഇത് അത് കിതാബായി എല്ലാ ഫന്നുൽ ബയാൻ അത്രേ ഉള്ളൂ. മഹാനിയിലാണ് ഭയങ്കരം. ഫാ കൊടുക്കേണ്ടത് എവിടെ, ബാബ് കൊടുക്കേണ്ടത് എവിടെ, സുമ്മ കൊടുക്കേണ്ടത് എവിടെ, ഇന്ത്യ കൊടുക്കേണ്ട ഷർത്താക്കലെപ്പാന്ന്, ഇവ കൊണ്ട് ഷർത്താക്കലെപ്പാന്ന്, മുന്തിക്കലെപ്പാന്ന്, പിന്തിക്കലെപ്പാന്ന്, പിന്നെ ഇൽത്തിഫാത്ത് എപ്പാന്ന്. ഗൈബത്ത് പറഞ്ഞിട്ട് ഇൽത്തിഫാത്തിലേക്ക് തിരിയും, ഇൽത്തിഫാത്ത് ഗൈബത്തിലേക്ക് തിരിയും. എൻ്റെ തഫ്സീർ അറിയണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഇന്തലക്ക സൈദുൻ, എന്തലിക്ക് സൈദുൻ, സൈദും മുന്തലിക്കുൻ, അൽ മുന്തലിക്ക് സൈദുൻ, സൈദുൻ അൽ മുന്തലിക്കു. ആകെ സൈദ് പോയെന്നേ അർത്ഥമുള്ളൂ. എത്ര ഇബാറത്തേയും വന്നത് എങ്ങനെ? അതെ. അതിനെ കേട്ട് മതിയാക്കാം. അപ്പോൾ തർക്കിച്ചാൽ തർക്കം തീരൂല. അതിന് ഞാൻ പറഞ്ഞേ ലാത്തുണ്ടപ്പോൾ ഒക്കെ അതിൻ്റെ കൂടെ എന്താക്കണോ, വഹാബികളോട് സുഹൃത്ത് കൂട്ടിക്ക് വെച്ചാൽ യഹ്റമൂന്ന് കിട്ടും. അതുകൊണ്ട് കൂട്ടി വായിക്കുമ്പോൾ യഹ്റമൂന്ന് കിട്ടും. പിന്നെ അവിടെ എത്തിയപ്പോൾ
وروي أيضا ذلك عن نبينا صلى الله عليه وسلم തങ്ങളെ തൊട്ടും ഇപ്പം ഈസാ നബിനെ പറ്റിയല്ലേ പറഞ്ഞത്. തങ്ങളെ വക്കുന്ന മർഫൂആയ ഹദീസും വന്നിട്ടുണ്ട്. റവാഹു താവൂസ് എന്നൊരു റിപ്പോർട്ട്. താവൂസ് ആരാണ്? താബിയാണ്. അപ്പോൾ ഇടയിൽ എന്തുണ്ട്? താബിയന് ശേഷം ആൾ പോയ മുർസല്. വഖീല മക്തൂബുൻ ഫി തൗറാത്തി, തൗറാത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇന്നല്ലാഹ ല യുബ്ഗിദുൽ ഹബ്റ സമീന, നല്ല തടിച്ചു കൊടുത്ത പണ്ഡിതനോട് അല്ലാഹു തആലാക്ക് വെറുപ്പാണ്. ഭാരതം വന്നിട്ട് ഏജോമോലായിട്ട് നടക്കാൻ നിന്നില്ലാണ്. ഇക്കാലത്തിൽ വലിയ പള്ളി കിട്ടിയാൽ നടക്കാൻ നമുക്ക് കൊണ്ടുവന്നത്. എന്തുകൊണ്ട്? ലിയന്ന സിന്ന യദുല്ല അൽ ഗഫലത്തിനോട് അറിയിക്കുന്നത് അയാൾക്ക് കൽവിലെന്തില്ല, ഒരു ഖൗഫില്ല, അല്ലെങ്കിൽ കുറച്ച് തടി വലിയ കഴിഞ്ഞു. തടി ഖൗഫ്, മനസ്സിന് ഖൗഫ് അവസരെല്ലാം വന്ന തടി കുറയില്ലേ? ഇത് ലാസിമായ അറിയിപ്പാന്ന്. പിന്നെ കസറത്തില്ലാക്കി നന്നോലെ തിന്നിട്ടുണ്ട് എന്നും അറിയിക്കുന്നുണ്ട് തടി കൂടാനി. വദാലിക കബീഹുൻ, അത് മോശമല്ലേ. ഖുസൂസൻ ബിൽ ഹബ്രി, പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ചു. പിന്നെ വലിയജ്ലി ദാലിക ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നല്ലാഹ തആല യുബ്ഗിദുൽ ഖാരി അസ്സമീന എന്ന് പറഞ്ഞു. ഖാരിയുടെ ഉദ്ദേശം വെറും ഓത്തുകാരനല്ല, ഖിറാഅത്ത് ആലിമ്. വഫീ ഖബരിൻ മുർസലിൻ, മുർസലായ ഹദീസിലുണ്ട്. എന്താ മുർസലിൽ കൊടുത്തയച്ചെന്നാ? താബീന് ശേഷം ആൾ പോയത്. പിന്നെ എന്താണ്? ഇന്നൽ ശൈത്വാന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, ശൈത്താന് നടക്കും ആരവക്കൽ മനുഷ്യനിൽ ചോര ഓടുന്ന സ്ഥലത്തെല്ലാം നടക്കും. അത് ചിലത് അതിൻ്റെ ഹക്കീക്കത്തുമ്പോൾ തന്നെ വെച്ചത്. അതുകൊണ്ട് ശൈത്താൻ ലത്തീഫായ തടിയാണ്. ലത്തീഫായ സാധനം എന്താക്കുക? മഹസൂസിലേക്ക് കയറാം. കറണ്ട് ലത്തീഫല്ലേ, അത് വയറിൽ കൊണ്ട് നടക്കുന്നില്ലേ? ചിലർ പറഞ്ഞു ശൈത്താൻ്റെ ആസാറാണ് ഉദ്ദേശിക്കുന്നത്. തഹ്ബീൽ വേണ്ടയില്ല എന്നാ പറയുന്നത്. പിന്നെ കൊണ്ടും അതശ് കൊണ്ടും അവൻ ഒഴുകുന്ന ആ ഒഴുക്കുന്ന സ്ഥലം നിങ്ങൾ കുറച്ച് കൊടുക്കണം. വഫിൽ ഖബരി ഇന്നൽ അക്ല അല ശിബഇ യൂരിസുൽ ബറസ, വയറ് നിറഞ്ഞിട്ട് വിശപ്പ് മാറിയിട്ടുണ്ട്, എന്തിട്ടും തിന്നുക എന്ന് പറഞ്ഞാൽ ബറസനെ ഉണ്ടാക്കുമോ? അതെന്താണ്? തിബിയായ കലിമത്താണ്. ഇവിടെ നിന്ന് ലം അജിദ് ലഹു അസലൻ, എനിക്ക് അസൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അസലിമാവിന് കിട്ടിയിട്ടില്ല എന്ന് അർത്ഥമില്ലല്ലോ. وقال صلى الله عليه وسلم المؤمن يأكل في مئن واحد, ഒരു മുഅ്മിനിൻ്റെ ഭക്ഷണം ഒരു കുടലാണ് അല്ലേ. വൽ മുനാഫിഖു യഅകുലു ഫീ സബ്അത്തി അംആ, മുനാഫിഖ് അതിൻ്റെ 7 ഇരട്ടിയാകുന്നില്ല. മുഅ്മിന് ഒരു കുടൽ 7 എന്നുവെച്ചാൽ അത് യഅകുലു സബ്അത്തി അദ്ആഫി മാ യഅകുലുൽ മുഅ്മിൻ എന്നുള്ള 7 കുടലുണ്ടെങ്കിൽ കാണൂല. അതിന് മുമ്പ് തഹ്ബീൽ പറഞ്ഞല്ലോ, മുനാഫിഖ് തിന്നുന്നതിൻ്റെ 7 അളവ്. അല്ലെങ്കിലോ ഔ തകൂന ശഹവത്തുഹു സബഅത്ത് അദ്ആഫി ശഹവത്തിഹി, ആരെ? മുഅ്മിനിൻ്റെ ശഹവാത്തിനേക്കാണ് 7 ഇരട്ടി ശഹവത്താണ് ആർക്കുണ്ടാകല്? മുനാഫിഖിന്. അങ്ങനെയുണ്ടാവുകയില്ല. ഇനി വദിക്റുൽ മിആ എന്ന് പറയല്ലേ കുടല് എന്ന്, അത് കിനായത്തുൻ അനി ശഹവ, ശഹവത്തിനെ തൊട്ട് കിനായത്താണ്. അപ്പോൾ ശഹവത്തിൻ്റെ മഹല്ലാണ് ഇത് കുടല്. അപ്പം മഹല്ല് പറഞ്ഞിട്ട് ഹാലുദ്ദേശിക്കുക. അതെന്ന് പറയുന്നത് എന്താ തശ്ബീഹ് എന്ന് പറയുന്നത്? മറ്റേ മജാദ് മുർസലി. لأن الشهوة هي التي تقبل الطعام, തആമിനെ സ്വീകരിക്കുന്ന സാധനം ഷഹവത്തല്ലേ. അപ്പോൾ 7 ഷഹവത്തായിരിക്കുന്നുണ്ട് മുനാഫിക്കുണ്ട്. വതഖുലുഹു, അതിനെ പിടിക്കും. കമാ യഖുദുൽ മിയ, കുടൽ സ്വീകരിക്കുമ്പോൾ തന്നെ. വലൈസൽ മാന, അപ്പം ഹദീസിൻ്റെ മാനയല്ല സിയാദത്തു അദദി മിഅൽ മുനാഫിഖി അലാ മിഅൽ മുഅ്മിൻ, മുഅ്മിനിനേക്കാൾ 7 എണ്ണം കുടലുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാവർക്കും അറിയാലോ. وروى الحسن عن عائشة رضي الله عنها أنها قالت سمعت رسول الله
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ട് യഖൂലു അദീമു ഖർഅബാബിൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടലിനെ പതിവാക്കണം. നന്നായി യുഫ്തഹ്, ആ വാതിൽ തുറക്കപ്പെടും എന്ന്. അപ്പോൾ സ്വർഗയുടെ വാതിലടെ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, നബിയെ കൈഫ നുദീമു ഖർഅബാബിൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ വാതിലുകൾ മുട്ടൽ എങ്ങനെയാണ് നബി എന്ന് ചോദിച്ചപ്പോൾ ഖാല ബിൽ ജൂഇ വല്ലമഈൻ, വിശപ്പും ദാഹം കൊണ്ടാണ്. വറുവിയ അന്ന അബാ ജുഹൈഫത റളിയല്ലാഹു അൻഹു തദശ്ശഅ ഫീ മജ്ലിസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മജ്ലിസിൽ വലിയൊരു ഏമ്പക്കം വിട്ടെന്ന് പറയും. തേക്കിടലി, തേക്ക് പലതുണ്ട്, രാജ തേക്കുന്നുണ്ട്, തേക്കുണ്ട് പോലും. അതിന് പെർമിഷനെല്ലാം വാങ്ങണം അവിടെയാണെങ്കിൽ. ഈ സ്ഥിതികളേക്കിട്ട് പാടം നീങ്ങാത്തല്ലേ. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിർ മിൻ ജിശായിക, ആ ഏബൊക്കെ ഒന്ന് കുറച്ചേന്ന്. എന്തുകൊണ്ട്? കുറച്ച് വയറ് നിറഞ്ഞുകൊണ്ടാണ്. ഫഇന്ന അത്വലന്നാസി ജൂഅൻ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ കൂടുതൽ വിശപ്പുള്ള ആളായിരിക്കും അക്സറുഹും ശിബഅൻ ഫിദ്ദുന്യാ, ദുന്യാവിൽ വയറ് നിറക്കൽ അധികരിച്ചാൽ എന്താക്കും? ആഖിറത്തിൽ പട്ടിണിയാണ്. വകാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ തഖൂലു, ബീവി പറയും, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ലം തംതലി ഖത്തു സിബഅൻ, അതാ വയറ് നിറഞ്ഞുകൊണ്ടിട്ട് ഇംതിലാ ഉണ്ടായിട്ടില്ല. റബ്ബമാ ബഖൈതു റഹ്മത്തൻ, ഞാൻ കാരുണ്യം കൊണ്ട് കരഞ്ഞു പോകാറുണ്ട്. മിമ്മാ അറാബിഹി, തങ്ങൾക്ക് കാണുന്നൊരവസ്ഥ, മിനൽ ജൂഇ, ജൂഇനാൽ കണ്ടിട്ട്. ഫംസഹു ബത്നഹു ബിയദി, ഞാൻ എൻ്റെ കൈ കൊണ്ട് വയറ് തടകി കൊടുക്കും. വഅഖൂലു, ഞാൻ പറയും, നഫ്സി ലകൽ ഫിദാഉ, എൻ്റെ നഫ്സ് തങ്ങൾക്ക് ഫിദാ തന്നെയാണ് നബിയേ. നഫ്സിൻ്റെ ഖബറാണേത്? അൽ ഫിദാ. അപ്പോൾ ഖബറിൽ എന്താക്കി? അൽഫിലാം എടുത്തു. അപ്പോൾ രണ്ട് തറപ്പും മാരിഫയായി. അപ്പോൾ ഹഷറായി. നഫ്സ് ഇതാപ്പത്തോണ്ട് മാരിഫയായില്ലേ? അൽഫിദാൽ അൽഫിലാമും കിടന്നില്ലേ? അപ്പോൾ എൻ്റെ നഫ്സ് തങ്ങളെ ഫിദായിൽ തന്നെ മുന്നഷറാണ്, മറ്റൊരു ഇല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹഷർ വരാല. മുത്തദാന ഖബറിലും ആക്കാം, ഖബറിനെ മുത്തയിലും ആക്കാല. അള്ളാഹു സമദിൻ്റെ എന്താണ്? അപ്പോൾ മുബ്തദയിലാൻ ഹഷർ ഖബറിന്, സമതായവൻ അള്ളാഹു മാത്രവും. അയാ എന്നിട്ട് പറയുന്നില്ല, തബല്ലഗത മിനദ്ദുന്യാ, ദുന്യാവിൽ നിന്ന് തങ്ങൾ എന്തെങ്കിലും ശേഖരിച്ചു വച്ചെങ്കിൽ ബിഖദ്രി മാ യുഖബ്ബിക, തങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരളവ്, വയംനഉക മിനൽ ജൂഇ, വിശപ്പിനെ തൊട്ട് തടയുകയും ചെയ്യുന്ന ഒരു ഖദ്ർ ദുന്യാവിന്. വെച്ചിട്ട് കുറച്ചാക്കണം അല്ലേ? ഇവിടെ എത്തിക്കല്ല അല്ലേ? ഇങ്ങനെക്കതാ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഹദീസിൻ്റെ വെളിയിലാണ് വന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ തങ്ങളെ വയറ് തടകി കൊടുക്കും ആ ജുഅ കണ്ടിട്ട്. എന്നിട്ടോ എൻ്റെ നഫ്സ് തങ്ങൾക്ക് ഫിദാകാണ്. നിങ്ങൾക്ക് ശക്തി കിട്ടാനും
വിശപ്പിനെ തൊട്ട് തടയാനുമുള്ള ഒരു കുറഞ്ഞ അളവെങ്കിലും ദുനിയാവിൽ നിന്ന് ശീലിച്ചു വെക്കാലോ. അപ്പോഴാണ് യഖൂലു യാ ആയിഷ ഇഖ്വാനി മിൻ ഉലിൽ അസ്മി മിനർ റുസുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഇഖ്വാനികളായ ഉലുൽ അസ്മായ മുർസലീങ്ങൾ അത് സ്വബറു അലാ മാ ഹുവ അശദ്ദു മിൻ ഹാദാ, ഇതിനേക്കാൾ പ്രയാസമേറിയ കാര്യങ്ങൾക്ക് അവർ സബൂർ ചെയ്തിട്ടുണ്ട്. മലൗ അലാ ഹാലിഹിം, അവർ അതേ ഹാലിലായിക്കൊണ്ട് അള്ളാഹിലേക്ക് പോയി. ഫഖദിമു അലാ റബ്ബിഹിം, റബ്ബിലേക്ക് അവർ മുന്നിട്ടു. ഫഅക്രമ മആബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആദരിച്ചു, അവരെ മടക്കം ആദരിച്ചു. വഅജ്ദല സവാബഹും, അവരെ സവാബിനെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തു. ഫഅജിദുനി അസ്തഹയി, ഞാൻ ലജ്ജിക്കുകയാണ്. ഇൻ തറഫഹ്തു ഫീ മഈശത്തി, എൻ്റെ മഈശത്തിൽ ഞാൻ അല്പം ആഡംബരമാക്കുകയാണെങ്കിൽ അൻ യഖ്സുറ ബി ഗദൻ ദൂനഹും, എനിക്കെന്താകും, അവരെക്കാൾ കുറഞ്ഞു പോകും എന്ന് പേടിക്കുന്നു. അതുകൊണ്ട് ഫസ്സബറു അയ്യാമൻ യസീറത്തൻ, കുറഞ്ഞ ദിവസങ്ങൾ സബൂർ ചെയ്യുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ മിൻ അയൻകുസ ഹല്ലി ഗദം ഫിൽ ആഖിറ, ആഖിറത്തിൽ എൻ്റെ ഹല്ല് ചുരുങ്ങുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം അല്പദിവസം കഷ്ടപ്പെടണം. എന്താ വമാ മിൻ ഷൈഇൻ അഹബ്ബ ഇലയ്യ മിനൽ ലുഹൂഖ് ബി അസ്ഹാബി വ ഇഖ്വാനി, എൻ്റെ അസ്ഹാബിമാരോടും എൻ്റെ ഇഖ്വാനികളോടും ചേരുന്നതിനേക്കാൾ അഹബ്ബായ മറ്റൊരു കാര്യം എനിക്കില്ല. അപ്പോൾ വല അസ്ഹാബും ഇഖ്വാനുമാരായിരിക്കും മുൻകഴിഞ്ഞ അംബിയാ മുർസലീങ്ങൾ. ഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫവല്ലാഹി മസ്തക്മല ബഅദ ദാലിക ജുമുഅത്തുൻ, അവിടുന്ന് ഒരാഴ്ച പൂർത്തിയായിട്ടില്ല ഹത്താ ഖമലഹുല്ലാഹു ഇലൈഹി, തങ്ങൾ വഫാത്താകുന്നത് വരെ. വിമാനം വെള്ളിയാഴ്ച നടക്കില്ല, ഒരാഴ്ച. അപ്പോൾ വഫാത്തിൻ്റെ കൃത്യം ഒരാഴ്ച മുമ്പാണ് ഈ സംഭവം പറഞ്ഞത്. وعن أنس رضي الله عنه قال جاءت فاطمة رضوان الله تعالى عليها بكسرة خبز, ഒരു റൊട്ടിയുടെ ഒരു കഷ്ണം കൊണ്ടുവന്നു. ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിലേക്ക്. ഫഖാല, തങ്ങൾ ചോദിക്കുന്നു, മാ ഹാദിഹിൽ കിസ്റ, ഫാത്തിമ എന്താണ് ഈ റൊട്ടി? ഖാലത്ത് ഖുർസുൻ ഖബസ്തുഹു, ഞാൻ ചുട്ടുണ്ടാക്കിയ ഒരു റൊട്ടിയാണ്. ഫലം തത്തിബ് നഫ്സി, എൻ്റെ മനസ്സിന് തൃപ്തി വന്നില്ല. ഹത്താ അതൈതുക മിൻഹു ബിഹാദിഹിൽ കിസ്റ, ഈ ഒരു കഷ്ണം റൊട്ടി കൊണ്ട് വരാത്ത നിന്നാലേ എനിക്ക് മനസ്സിന് സമാധാനമില്ല. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു അവ്വലു തആമിൻ ദഖല ഫമ അബീകി, മോളെ ബാപ്പാൻ്റെ ഭാഗത്തേക്ക് കടന്ന ഇന്ന് ആദ്യത്തെ തആമാണിത്. മുൻപ് സലാസത്തി അയ്യാം, 3 ദിവസമായി. 3 ദിവസം മുതൽ ആദ്യത്തെ തആമായിരുന്നു ഇത്. അപ്പോൾ 3 ദിവസം പട്ടിണി. فقال أبو هريرة رضي الله عنه ما أشبع النبي صلى الله عليه നബി സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ് നിറയെ കൊടുത്തിട്ടില്ല. സലാസത അയ്യാമിൻ തിബാഅൻ, 3 ദിവസം തുടരെയായി കൊണ്ട് കൊടുത്തിട്ടില്ല. ഇതിൽ നിന്ന് മിൻ ഖുബ്സിൽ ഹിൻതത്തി, ഗോതമ്പത്തിൻ്റെ റൊട്ടിയുണ്ട്. ഹത്താ ഫാറഖ ദുനിയ, ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെയും. وقال صلى الله عليه وآله وسلم إن أهل കേട്ടൂല, അതിന് മുമ്പ് വയറിറക്കി കൊടുത്തുന്ന അത് ഇങ്ങനെ കിട്ടുന്നു. ഇന്ന അഹ്ലുൽ ജൂഇ ഫിദ് ദുനിയ, ദുനിയാവിൽ ജൂഇൻ്റെ അഹ്ലുകാർഹും അഹ്ലുസ് സിബഇ ഫിൽ ആഖിറ, അത് മുമ്പ് പറഞ്ഞതിൻ്റെ അക്സ്. ദുനിയാവിൽ ശിബാണ്ടായ പരലോകത്ത് പട്ടിണിയാണെന്ന് അപ്പുറം പറഞ്ഞു, നേരെ അക്സാണ്. വൈന്ന അബഗദന്നാസി ഇലല്ലാഹിൽ മുത്ഖമൂനൽ മൽഅ, മുത്ഖമൂൻ അധികം തിന്നിട്ട് ഒരു ദഹനക്കുറവ് സംഭവിക്കുന്നുണ്ടല്ലോ, തുഹ്മത്ത്, ഷർവമിന തുഹമി. അതുപോലെ മൽഅ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ പേര്. അപ്പം വയറ് നിറഞ്ഞ് ദഹനക്കേട് സംഭവിച്ച ഒരു കൂട്ടരാണ് അല്ലാഹു തആലക്ക് ഏറ്റവും കണ്ടുകൂടാത്തത്. വമാ തറക അബ്ദുൻ ഉഖിലതൻ യസ്തഹീഹാ, ആഗ്രഹിക്കുന്ന ഒരു തീറ്റ ഒരാൾ ഒഴിവാക്കി, ഇല്ലാ കാനത്ത് ലഹു ദറജത്തുൻ ഫിൽ ജന്ന,
സ്വർഗത്തിൽ അതൊരു ദർജയായിട്ട് എല്ലാവരും ഉണ്ടാകില്ല. ഇനി വഅമ്മല്ലാസാറു വഖദ് ഖാല ഉമർ റളിയല്ലാഹു അൻഹു ഇയ്യാകും വൽ ബിത്ന, വയറ് നിറക്കൽ എന്നത് നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളണം. വഇന്നഹാ സിഖലുൻ ഫിൽ ഹയാത്തി നത്നുൻ ഫിൽ മമാത്ത്, ഹയാത്ത് കാലത്ത് അതൊരു ഭാരമാണ്, മരിച്ചു കഴിഞ്ഞാലോ അത് ദുർവാസനയുമാണ്. വഖാല ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഇബാദത്തു ഹിർഫത്തുൻ, ഇബാദത്ത് എന്നുള്ളത് ഒരു തൊഴിലാണ്. ഹാനൂത്തുഹൽ ഖൽവത്തു, അത് നിർവഹിക്കേണ്ടുന്ന ആ തൊഴിൽ ശാല ഉണ്ടല്ലോ, അത് ഖൽവത്തായ റൂമാണ്. വആലത്തുഹൽ മജാഅബ്, തൊഴിലെടുക്കുമ്പോൾ ഒരു ആയുധം വേണ്ടേ, അത് വിശപ്പുമാണ്. വഖാല ലുഖ്മാനു ലിബ്നിഹി അലൈഹിസ്സലാം, യാ ബുനയ്യ ഇദം തലഅത്തിൽ മഅദത്തു നാമത്തിൽ ഫിക്ര, ആമാശയം നിറഞ്ഞു കഴിഞ്ഞാൽ ഫിക്രത്ത് എന്തായി, ഉറങ്ങിപ്പോയി, ഇനി ഫിക്ർ ചിലവാകില്ല. വഖാരിസത്തിൽ ഹിക്മ, ഹിക്മത്ത് പൊട്ടനായി എന്ന് പറഞ്ഞാൽ ഹിക്മത്ത് കൊണ്ടുള്ള സംസാരമില്ല. വഖഅദത്തിൽ അഅ്ളാഉ അനിൽ ഇബാദ, ശരീരത്തിലെ അംഗങ്ങളെല്ലാം ഇബാദത്തിന് തൊട്ടെന്താകും, ഇരിക്കും, അതായത് സ്തംഭിച്ചു പോകും. وقال الفضيل بن عياض رضي الله عنه يقول നഫ്സിനോട് പറയും, അയ്യു ശൈഇൻ തഖാഫീന, എൻ്റെ നഫ്സേ നീ എന്താണ് പേടിക്കുന്നത്? അതഖാഫീന അൻ തജൂഇ, വിശന്ന് പോകുമെന്ന് പേടിയുണ്ടോ? എന്നാൽ ലാ തഖാഫീ ദാലിക, അത് പേടിക്കേണ്ടതല്ല. എന്തുകൊണ്ട്? അൻതി അഹ്വനു അലല്ലാഹി മിൻ ദാലിക, ആ വിശപ്പിനെ പേടിക്കുന്നതിനേക്കാണ് നീ അള്ളാഹിനടുക്കൽ ഏറ്റവും താണതാണ്. എന്തുകൊണ്ട്? ഇന്നമാ യജൂഉ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളും വസുഹാബുഹു, അവരും ഉണ്ടാകുന്നുണ്ട്, വിശക്കുന്നുണ്ട്. അപ്പോൾ തങ്ങളെക്കാൾ വലുതല്ലല്ലോ നീ, സ്വന്തം തടിയോടെ പറയുന്നു. വകാന കഹ്മസ് റളിയല്ലാഹു അൻഹു പറയും, ഇലാ യഖൂലു ഇലാഹി എന്നാ അജഅതനി വഅഅറൈതനി, എന്നെ വിശപ്പിക്കുകയും നഗ്നനാക്കുകയും ചെയ്തു. വഫീ ളുലമിൽ ലയാലി ബിലാ മിസ്ബാഹിൻ, വിളക്കില്ലാതെ രാത്രികളുടെ ഇരുട്ടുകളിൽ അജ്ലസ്തനി, നീ എന്നെ ഇരുത്തുകയാണ്. 3 കാര്യം, ഇത് നീ ചെയ്ത വലിയൊരു നിഅമത്താണ്. എന്നിട്ട് ചോദിക്കുന്നു, ഫബി അയ്യി വസീലത്തിൻ ബലഗ്തനി മാ ബലഗ്തനി, എന്നെ എത്തിച്ച ഈ പദവിയിലേക്ക് എൻ്റെ പക്കൽ നിന്നുള്ള എന്ത് വസീല കൊണ്ടാണ് ഇത്ര വലിയ സ്ഥാനം തന്നത്? ഒന്ന് വിശപ്പ് തന്നു, ഒന്നെന്താക്കി, വസ്ത്രം, അതുപോലെ വിളക്കില്ലാതെ കണ്ട് രാത്രിയുടെ ഇരുട്ടിൽ ഇരുന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ 3 എണ്ണം. وكان فتح الموصلي رضي الله عنه إذا اشتد مرضه وجوعه, അവർക്ക് രോഗവും അതുപോലെ വിശപ്പും കഠിനമാകുമ്പോൾ യഖൂലു ഇലാഹി ബിതലൈതനി ബിൽ മർദി വൽ ജൂഅ്, മറദ് കൊണ്ടും ജൂഅ് കൊണ്ടും നീ എന്നെ പരീക്ഷിച്ചു. വകദാലിക തഫ്അലു ബി ഔലിയാഇക, ഇപ്രകാരമാണ് നിൻ്റെ ഔലിയാക്കളെ കൊണ്ട് നീ പ്രവർത്തിക്കുക. അപ്പോൾ ഇത്ര വലിയ ഔലിയാക്കളുടെ പദവിയിൽ നീ എൻ്റെ എങ്ങനെ എത്തിച്ചത്? വബി അയ്യി അമലിൻ, പിന്നെ തുഅദ്ദി ശുക്ര മാ അൻഅംത ബിഹി അലയ്യ, ഈ വിശപ്പും രോഗങ്ങളെ കൊണ്ട് നീ നിഅമത്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശുക്ർ ഞാൻ എങ്ങനെയാണ് വീട്ടുക? അപ്പം അത്രയും വലിയ അനുഗ്രഹമായിട്ടാണ് അവർ കണ്ടത്. വഖാല മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഖുൽതു ലി മുഹമ്മദ് ഇബ്നു വാസിഇനോട് ചോദിച്ച്, യാ അബാ അബ്ദില്ലാഹി, അതാര മുഹമ്മദ് ഇബ്നു വാസിഇൻ്റെ കുഞ്ഞത്ത്, തൂബാ ലിമൻ കാനത് ലഹു വലൈലത്തുൻ തഖൂതുഹു വതുഗ്നീഹി അനിന്നാസ്, ഒരു മനുഷ്യൻ്റെ മംഗളം. എങ്ങനെ? ചെറിയ ഒരു വരുമാന മാർഗമുണ്ട്, അയാളെന്താക്കും, അത് അയാൾക്ക് ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൽ കൂടി അയാളെ ഭക്ഷണം കഴിയും. എന്നിട്ടോ ജനങ്ങളെ തൊട്ട് അവളെ കനിയാക്കുകയും ചെയ്യും. അങ്ങനെ ചെറിയൊരു കച്ചവടമോ ഒരു വരുമാന മാർഗം. വഖാലലി, അപ്പോൾ മുഹമ്മദ് ബിൻ വാസിഇ പറഞ്ഞത്, യാ അബാ യഹ്യ, ആരെ? മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, ലമൻ അംസ വസ്ബഹു വസ്മിഹി ജാഇയൻ വഹുവ അനില്ലാഹി റാദിൻ, തൂബ തൂബ ലിമൻ അംസ വസ്ബഹ ജാഇയൻ വഹുവ അനില്ലാഹി റാദിൻ. ആ വരുമാന മാർഗം വേണ്ട മംഗളമാർക്കാണെന്നറിയോ? രാവിലെയും വൈകുന്നേരമായി വിശപ്പ് സഹിക്കുന്നവനായി
അള്ളാഹിനെ തൊട്ട് പൊരുത്തപ്പെട്ടവനായി കഴിയുന്ന ഒരാൾക്കാണ് തോബ, ഈ വരുമാനമാർഗമുള്ളക്കല്ല. അപ്പോൾ മുഹമ്മദ് ബിൻ വാസീനാക്കാണ് തുഹദ് ഏറിയായിരിക്കും മാലിക് മദീന തങ്ങളുടെ മറുപടി. പിന്നെ وكان الفضيل بن عياض يقول إلهي أدعتني وأدعت عيالي وتركتني في ظلم الليالي بلا مصباح وإنما تفعل ذلك بأوليائك فبأي منزلة نلت هذا منك. അത് മുമ്പ് പറഞ്ഞത് തന്നെയല്ലേ, കഹ്മസ് പറഞ്ഞതേ മറുപടി തന്നെ. കഹ്മസ് പറഞ്ഞല്ലേ, എനിക്ക് വിശപ്പ് തന്നു, പക്ഷെ ഇവിടെ നിന്നുണ്ട് എൻ്റെ കുടുംബക്കാരെയും നീ വിശപ്പ് നൽകി. അതുപോലെ വളക്കില്ലാതെ കണ്ട് രാത്രി ഇരുട്ടത്തിരുത്തി. ഇതൊക്കെ ഔലിയാക്കളെ കൊണ്ട് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ആ പണി നമ്മളെ കൊണ്ട് ചെയ്യാൻ നമ്മൾ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? وقال يحيى بن معاذ جوع الراغبين منبهة وجوع التائبين تجربة وجوع المجتهدين كرامة وجوع الصابرين سياسة وجوع الزاهدين حكمة. അപ്പോൾ ജൂഅ് പലതരത്തിലാണ്. ഒന്ന് റാഗിബീൻ, അവരുടെ ജൂഅ് എന്താ പറഞ്ഞാൽ മുനബ്ബിഹത്ത്. വജൂഉ തായിബീൻ, തായിബീങ്ങളെ ജൂഅ് അതാണ് തജ്രിബത്ത്. റാഗിബീൻ ഭക്ഷണത്തിൽ ആഗ്രഹിക്കുന്ന ആളല്ലേ, അങ്ങോട്ട് ഇങ്ങനെ പടി കയറിയിട്ടേ പോകുന്നു മുകളിലേക്ക്. വജൂഉൽ മുജ്തഹിദീന കറാമത്താണ്, ഇബാദത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്ന ആളെ ജൂഅ് കറാമത്താണ്. വജൂഉ സാബിരീനയോ സിയാസത്ത്, അതവരെ അല്ലാഹു തആല ഭരിക്കുകയാണ് ജൂഅ് കൊണ്ട്. സാഹിദീങ്ങളുടെ ജൂഅ് ആണെങ്കിലോ ഹിക്മത്താണ്. അപ്പോൾ ഓരോ മർത്തബയിലുള്ള ജൂഇന് ഓരോ പ്രത്യേകതകളാണ് ഏർപ്പെടുന്നത്. വഫി തൗറാത്തി ഇത്തഖില്ലാഹ വലാ വഇദാ സമിഅത ഫദ്കുറുൽ ജിയാഅ, നീ അല്ലാഹുക്ക് തഖ്വ ചെയ്യണം. നീ ഭക്ഷണം കഴിച്ചിട്ട് എന്താക്കി, വിശപ്പ് മാറിയാൽ നീ വിശക്കുന്ന ആളെ കുറിച്ച് ഓർക്കണേ. ഇത്രയും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുണ്ടല്ലോ. قال أبو سليمان لأن نترك لقمة من عشاء, രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി കുറക്കുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ മിൻ ഖിയാമി ലൈലത്തി നിലസ്സുബിഹി, ഒരു രാത്രി സുബ്ഹി വരെ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്, ഒരു പൊടി ഭക്ഷണം വെക്കാം. وقال أيضا الجوع عند الله في خزائنه, ജൂഅ് എന്നുള്ളത് അല്ലാഹുവിന്റെ ഖസാനയിൽ സൂക്ഷിച്ച സാധനമാണ്. ലാ യുഅ്തിഹി ഇല്ലാ മൻ അഹബ്ബഹു, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കെല്ലാം അത് കൊടുക്കൂല. وكان سهل بن عبد الله التستري رضي الله عنه يطفي نيفا و20 يوما لا يأكل, 20 ചില്ലാനം ദിവസം മൂപ്പറതാക്കും ഭക്ഷണം കഴിക്കാതെ വയറ് ചുരുട്ടും, തിന്നൂല. വക്കാന യക്ഫീഹി ലിത്ആമിഹി ഫിസ്സനതി, ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു കൊല്ലത്തേക്ക് ഒരു ദിർഹമിൻ്റെ സാധനങ്ങൾ ഉണ്ടായാൽ മതി, ഒരു കൊല്ലത്തേക്ക്. വക്കാന യുഅല്ലിമുൽ ജൂഅ വയുബാലിഗു ഫീഹി, ജൂഇനെ മൂപ്പർ വല്ലാതെ പുകഴ്ത്തി പറയും, അതിൽ മുബാലഗ ചെയ്യുകയും ചെയ്യും. ഹത്താ കാന ലാ യുവാഫിൽ ഖിയാമത അമലുൻ ബിർരിൻ അഫ്ളലു മിൻ തർക്കി ഫുളൂരി തആം, പൊനൂലായ ഭക്ഷണങ്ങളെ ഒഴിവാക്കുന്നതിനേക്കാൾ ഒരു ഗുണകരമായ പ്രവർത്തനങ്ങളും ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടൂല. അതുകൊണ്ടാണ് ഇഖ്തിദാഅൻ ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുന്ന വിഷയത്തിൽ തങ്ങളെ പിൻപറ്റിയതുകൊണ്ടാണ്. വഖാല ലം നറൽ അഖിയാസു ശൈഅൻ അൻഫഅ മിനൽ ജൂഇ, ജൂഇനേക്കാൾ ഉപകാരപ്രദമായ ഒരു കാര്യവും ബുദ്ധിജീവികൾക്ക് പറയാൻ കണ്ടിട്ടില്ല. എന്തിന്? ദീനി വദ്ദുഞ്ഞ, ദീനിനും ദുഞ്ഞാവിനും. അതല്ല അതൊക്കെ ബൈത്ത് പറഞ്ഞ ലാ ശൈഅ അൻഫഅ മിൻ തഖല്ലുലി അഖിലിഹി പിന്നെന്താണ് വശറാബിഹി ലിൽ ജിസ്മി വദ്ദീനി അതലാന, അതൊക്കെ ബൈത്തൊക്കെ ഈ കലാം വന്നല്ലോ. എന്താ പറയുന്നത്? അതെന്താ പറയുന്നത്? മഫ്ഊൽ ലഹു അങ്ങനെ പറയല് ലഹുവല്ലേ, അതായത് ഇത്തിബായിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. وقال لا أعلم شيئا أضر على طلاب الآخرة,
ആഖിറത്തിനെ തേടുന്ന താലിബീങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ശൈഖും ഞാൻ കാണുന്നില്ല മിനൽ അക്കിൽ, തിന്നതിനേക്കാളും. നീ കസറത്തിലക്കിലില്ല. അല്ല, അക്കലെന്ന് പറഞ്ഞാൽ തന്നെ കസറത്താന്നല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കസറത്തൊന്നും ഇല്ല, ഇപ്പോൾ കൂട്ടണം, എല്ലാത്തിനും ഉണ്ടത്, അത് മനസ്സിലാവും. وقال وضعت الحكمة والعلم في الجوع, ഇൽമും ഹിക്മത്തും ജൂഇൽ വെച്ചു. ووضعت المعصية والجهل في الشبع, വയറ് നിറക്കലിലാണ് എന്ത് മാസിയത്തും ജഹലും കിടക്കുന്നത്. وقال ما عبد الله بشيء أفضل من مخالفة الهوى في ترك الحلال, ഹലാലിനെ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ തടിഹവാനോട് മുഖാലഫത്തിനേക്കാൾ അഫ്ളലി ഒരു ശൈഇ കൊണ്ടും അല്ലാഹു തആലാക്ക് ഇബാദത്ത് എടുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ തർക്കുൽ ഹലാലി തന്നെ, പിന്നെ ഹറാമ് പിന്നെ അവരെ കൊണ്ടും വഹിക്കേണ്ടതാണല്ലോ. വഖദ് ജാഅ ഫിൽ ഹദീസി സുലുസു തആമി സുലുസുൽ ലിത്തആമി, തആമിന് വേണ്ടി സുലുസ്. ഫമൻ സാദ അലൈഹി, അതിനേക്കാൾ കൂട്ടിയാൽ ഫഇന്നമാ യഅകുലു മിൻ ഹസനാതിഹി, അവൻ്റെ ഹസനാത്തിലാണ് അവൻ തിന്നുന്നത്. അപ്പോൾ ഹസനാത്ത് അത്ര ഉണ്ട് കുറയുന്നുണ്ട് എന്നായി. സുലുസിനേക്കാൾ കൂട്ടുമ്പോൾ ഹസനാത്തും കൂടിയാണ് തിന്നുന്നത്. വസുഇല അനി സിയാദത്തി, അപ്പോൾ ഫമൻ സാദാൻ്റെ സിയാദത്ത് ഉണ്ടല്ലോ, അതെത്ര? فقال لا يجد الزيادة حتى يكون الترك أحب إليه من الأكل. لا يكون الترك حتى يكون الترك, ഭക്ഷണത്തിന് ഒഴിക്കൽ ആകണം, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് പ്രിയങ്കരമാകണം, ഇതിനേക്കാൾ മിനൽ അക്കിലിനേക്കാണ്. വയകൂനു ഇദാ ജാഅ ലൈലതൻ, ഒരു രാത്രി വിശപ്പെന്നാൽ സഅലല്ലാഹു തആല അൻ യജഅലഹാ ലൈലതൈനി, അത് 2 രാത്രിയാക്കണമെന്ന് അവൻ ദുആ ചെയ്യും. വൈദാ കാന ദാലിക, അങ്ങനെ വന്നാൽ ഫൈദാ കാന വജദ സിയാദത്ത് അവന് കിട്ടി. വഖാല സാറൽ അബ്ദാലു അബ്ദാലൻ ഇല്ല മാസാറൽ അബ്ദാലു അബ്ദാലൻ ഇല്ല. അപ്പം ഇല്ല മാവാണേല, അത് പിന്നോക്കിട്ട് ഇത് പഴയ അച്ഛൻ്റെ ശരിയില്ല. അബ്ദാലന്മാരായത് ഇല്ല ബിഹ്മാസിൽ ബുത്തൂൻ വസഹർ വസ്സുംതി വൽ ഖൽബ്, മുമ്പേ വന്നിട്ടുണ്ട്. അനാമ് മനാമ് തആമ് കലാമ് എന്ന് പറഞ്ഞ 4 പഥ്യം. അതുകൊണ്ടാണ് അബ്ദാലന്മാരായി മാറിയത്. വഖാല റഅസ് കുല്ലി ബിർരിൻ നസല മിനസ് സമാഇ ഇലൽ അർളി, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ എല്ലാ ബിർറിൻ്റെയും റഅസ് അൽ ജൂഉ, മുബ്തദയുടെ ഖബർ. അപ്പോൾ നസല മിനസ് സമാഇ ബിർറിൻ്റെ സിഫത്തായി കൊല്ലോ ബിർറിൻ നസല മിനസ് സമാഇ ഇലൽ അർളി, ആ ജുംല ബിർറിൻ സിഫത്തായില്ലേ. വറഅസു കുല്ലി ഫുജൂരിൻ ബൈനഹുമാ, ആകാശഭൂമിയുടെ ഇടയിലുള്ള എല്ലാ ഫുജൂറിൻ്റെയും ഹെഡ് ഓഫീസ് അശ്ശിബഊൻ, ബൈനഹുമാ അർളു സമാപുറം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വഖാല മൻ ജവ്വഅ നഫ്സഹു ഇൻഖതഅത അൻഹുൽ വസാവിസ്, ശരീരത്തിനെ ഒരാൾ വിശപ്പിച്ചാൽ എന്താകും? വസ്വാസുകൾ ഓനെ തൊട്ട് മുറിഞ്ഞു പോകും. وقال إقبال الله عز وجل على العبد بالجوع والسقم والبلاء إلا من شاء الله. ഒരബദിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ ഇഖ്ബാൽ എന്ന് പറഞ്ഞാൽ എന്താ? അബ്ദിലേക്ക് അള്ളാഹു തആല മുന്നിടല്. ജോഅ്, സഖമ്, ബലാ 3 ഉണ്ടാകും. പക്ഷെ എല്ലാവർക്കും അല്ല, ഇല്ലാ മൻ ഷാ അല്ലാഹ്. وقال اعلموا أن هذا زمان لا ينال أحد فيه النجاة إلا بذبح نفسه وقتلها بالجوع والسهر والجهد. ആരാ പറഞ്ഞത്? ഉമ്മത്തെ ഇമാമ് ഒരു സഹിലല്ലേ? ഇതൊരു കാലഘട്ടമാണ്. ഏത് കാലത്ത്? എത്ര ആയിരം കൊല്ലത്തിന് മുമ്പായി പറയുന്നു. ഇതൊരു കാലഘട്ടമാണ്.
ആരും നജാത്ത് കിട്ടൂല. സ്വന്തം നഫ്സിനെ ദബഹ് ചെയ്യണം. എന്നിട്ടോ ജൂഉം സഹറ് ജുഹുദ് കൊണ്ടെന്താക്കണം, അതിനെ നന്നായിട്ട് കാത്തൽ ചെയ്യാത്ത കാലത്തോളം നജാത്തില്ല. സഹലല്ലേ സഹറ് വർക്കയിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ ജൂഇ വസൽ അത് ജുഹുദ്. وقال ما مر على وجه الأرض أحد شرب من هذا الماء حتى رضي وسلم من المعصية. മോമിൻ്റെ മേലിൽ എന്താക്കി നടന്നിട്ടില്ല ആരും. എങ്ങനത്തെ ഈ വെള്ളം കുടിച്ചിട്ട് ദാഹം തീർന്ന് എന്നിട്ടോ മായസയ്യത്ത് ചെയ്യാതെ രക്ഷപ്പെട്ട ഒരാൾ മോമിൻ്റെ മേൽ നടക്കൂല. അത്ര കണ്ട് മായസയ്യത്തിലേക്ക് എത്തിക്കുന്ന പറയുന്നു. വൈൻ ശക്കർ അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്താലും ശരി. അപ്പോൾ അത് വെള്ളം കുടിച്ച് ഇനി ദാഹം തീർന്നു, എന്നിട്ടോ ശുക്ർ ചെയ്താലും മാശയത്തിനെത്തോട്ട് സലാമത്തായിട്ടില്ല. എല്ലാം വെള്ളം കുടിച്ചാൽ മാശയത്ത് എന്തെങ്കിലും വരുമെന്നല്ലേ പറയുന്നത്. അതാ ഫകൈഫ ശിബഉ മിന തആമി, വെള്ളമെടുക്കട്ടെ, ഇനി താമുണ്ട് വയറ് നിറച്ചാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? പിന്നെ വസുഇല ഹകീമുൻ ബിഅയ്യി ഖൈദിൻ ഉഖയ്യിദു നഫ്സി, എന്ത് ചങ്ങലയാണുള്ളത് എൻ്റെ നഫ്സിനെ ചങ്ങലക്കിടാൻ വേണ്ടി? ചങ്ങല എന്താ ഉള്ളത്? ആല ഖയ്യിദ്ഹാ ബിൽ ജൂഇ വൽ അത്ശി, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും ചങ്ങല കിട്ടുമോ എന്ന് പറഞ്ഞു. അപ്പം അത് ബഹുജാന്നതിന് നോമ്പറ്റാൻ മതിയില്ല. വിശപ്പും ദാഹം ഉണ്ടായി ചെയ്യും, അത് ഇബാദത്തുമായല്ല, നോമ്പിൽ കൂടിയൊക്കെ. എന്നിട്ടോ വദല്ലിൽഹ, അതിനെ ദില്ലത്താക്കുക, ബിഇഖ്മാലിൽ ദിക്രി വതർക്കിൽ നജ്സി, എവിടെ പോയാലും വലിയ പോർച്ചാക്കപ്പെട്ട ആളാൽ അത് വേണ്ട. അതുപോലെ എവിടെയും പേരും പെരുമയും വേണ്ട, ഇഖ്മാൽ ഉമ്മൂലിലാക്കുക. വസഗിറഹ ബിവദിഇഹ തഹത അർജുലി അബ്നാഇൽ ആഖിറ, ആഖിറത്തിൻ്റെ മക്കളുണ്ട് എന്നുവെച്ചാൽ മഹാന്മാർ, അവരെ കാലിൻ്റെ ഗഡിലാക്കിയിട്ട് അതിനെന്താക്കണം, ഈ വിനയം പഠിപ്പിക്കണം എന്നാണ്. അതിനെ സഗീറാക്കിയിട്ട് അവനാ ദുന്യാക്ക് പറ്റില്ല. ഖുറായി ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിട്ട് വലിയ കൊലം കെട്ടലുണ്ടാകും. ലാഹിനെ തൊട്ടെന്താക്കണം, ഖുറായിൻ്റെ വസ്ത്രം ഒഴിവാക്കുക. എന്നാൽ നഫ്സിന് ഈ പൊട്ടൽ വരും. അപ്പോൾ ഇപ്പം തന്നെ വലിയ കന്തൂറിട്ട് നടക്കുന്നതിന് പകരം എന്താ ടീഷർട്ട് ഇട്ടിട്ട് നടക്കുക തന്നെ. ഇപ്പം കന്തൂറെല്ലാം ഇട്ടാണ്. പഴയ കാലത്ത് കന്തൂറിട്ട വലിയ പോലീസിയാണ്. ഖത്തീബും ഖാദിയും തമ്മിൽ പറക്കെന്താന്ന്? ഖത്തീബ് പിള്ളേക്കൊക്കെ കന്തൂർ ഇട്ടുള്ളൂ അരമണിക്കൂർ. ഖാദിയൊക്കെ എപ്പോൾ ഇട്ട് നടന്ന കളിയാണ്. അതുകൊണ്ട് വ്യത്യാസം. അപ്പോൾ പോലീസൊക്കെ കൊണ്ട് ഇട്ട് നോക്കുമ്പോൾ എല്ലാവരും കന്തൂറിട, പിന്നെ അതിന് വിലയില്ല. ഇനി എന്താക്കണം, ടീഷർട്ട് ഇട്ട് നടക്കണം. ഇപ്പം സകലയാക്കും. ഇനി എന്താണ് വൻജുമിൻ ആഫാത്തിഹ, ദുന്യാവിൻ നഫ്സിൻ്റെ ആഫാത്തിനെ തൊട്ട് നീ രക്ഷപ്പെട്ടോ. ബിദവാമി സൂഇൽ ദന്നി ബിഹാ, എപ്പോഴും നഫ്സിനെ പറ്റി സൂഉൽ ദന്നി, എൻ്റെ നഫ്സ് നല്ലതാണെന്ന് വിചാരിക്കാൻ പാടില്ല. വസ്ഹബ്ഹ, ആ നഫ്സിനോട് നീ സുഹബത്ത് കെട്ടേണ്ടത് ബിഖിലാഫി ഹവാഹ, തടി ഹവാക്ക് എതിരായിക്കൊണ്ടാണ് കെട്ടേണ്ടത്. ആൾ തീർന്നു. وكان عبد الواحد بن زيد رضي الله عنه يقسم بالله അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയും, ഇന്നല്ലാഹ തബാറക വ തആല മാ സാഫ അഹദൻ ഇല്ലാ ബിൽ ജൂഅ്, ആരെയും അല്ലാഹു തആല സാഫിയാക്കി ശുദ്ധീകരിച്ചിട്ടില്ല ജൂ കൊണ്ടല്ലാതെ. വലാ മശൗ അലൽ മാഇ ഇല്ലാ ബിഹി, വെള്ളത്തിൻ്റെ മേലെ നടക്കുന്നൊരവസ്ഥ വന്നില്ലേ, അതും ജൂ കൊണ്ടല്ലാണ്ട് കിട്ടിയിട്ടില്ല. വലിയൊരു പദവി. വലാ തോയത്ത് ലഹുമുൽ അർളു ഇല്ലാ ബിൽ ജൂഇ, വിശപ്പ് കൊണ്ടല്ലാതെ ഭൂമി ചുരുക്കപ്പെട്ടിട്ടുമില്ല. അതൊരു കറാമത്തിൻ്റെ ഒരു ഇനം. വലാ തവല്ലാഹുമുല്ലാഹു ഇല്ലാ ബിൽ ജൂഇ, അല്ലാഹു തആല അവരെ മുത്തവല്ലിയായി ഏറ്റെടുത്തതും ജൂ കൊണ്ടല്ലാതെ ഇല്ല. 4 കാര്യമില്ലേ? അതെ, അഭ്യാസം കൊണ്ട് കറാമത്ത് അത്ഭുതങ്ങൾ കാട്ടാല്ല.
അതുകൊണ്ട് തെക്കുമുണ്ടെന്ന് വരൂലല്ലോ. തെക്ക് പോണ്ടുണ്ടായിട്ട് മണ്ണി പെരുങ്ങിയാലെന്താണ് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ? മണ്ണ് പെരുങ്ങി മുടി ചടകുത്തി കുപ്പായം കീറി കൊണ്ടുണ്ടായി. വോയിസൽ കറണി തങ്ങളെ ചിത്രമെല്ലാം കണ്ടില്ലേ? ഇനി وقال أبو طالب المكي رضي الله عنه പറയുന്നു مثل البطن مثل المزهر وهو العود المجوف ذو الأوتار. വയറ്റിൻ്റെ ഉദാഹരണം എന്താണെന്നറിയോ? മിസ്ഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ട് പാടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു കരകരകരകയാക്കുന്നില്ലേ? കുറേ കമ്പി ഉണ്ടാവും എന്നോട്. എന്നിട്ട് ഇങ്ങനെ ചെണ്ടും പോലെ ആക്കി എന്താ പറയുന്നത്? എന്താ അതിനെ പേരൊന്നും എനിക്കറിയില്ല. അതിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം ചിലതിങ്ങനെ കച്ചണക്ക് പോലെ ആക്കലാണ്. ഇങ്ങനെ ആക്കിയിട്ട് അതെന്താണ്? ആ വെക്കുന്ന സാധനം അജുവഫ് അല്ലെങ്കിൽ ഈ പാട്ട് ഒച്ചപ്പാടുണ്ടാവില്ല എന്ന് പറയും. അതാ. അപ്പോൾ വഹുബൽ റൂദുൽ മുജവ്വഫ് ദുൽ ഔത്താർ, കുറേ കമ്പികളുള്ള മുജവ്വഫായ സാധനമാണ്. ഇന്നമ ഹസന സൗത്തുഹു, അതിൻ്റെ ശബ്ദം നല്ല നേരിയ ഹസനായ ശബ്ദമില്ലേ? ഹിഫത്തിഹി വരിക്കത്തിഹി, അത് കനം കുറഞ്ഞത് കൊണ്ടും അതിൻ്റെ ഉള്ളു പൊള്ളയത് കൊണ്ടാണ്. എന്താ? ലിഅന്നഹു അജ്വഫു ഗൈറു മുംതലിയിൻ, ഉള്ളു നിറക്കപ്പെടാത്ത അജ്വഫായ സാധനമാണ്. അതുപോലെയാണ് വയറ്. അപ്പം വയറ് കുത്തി നിറച്ചാൽ നന്മ കിട്ടൂലെന്ന്. വകദാലിക്കൽ ജൗഫു, ഇതുപോലെയാണ് ജൗഫ് ഇദാ ഖലാ, ഖാലിയായി കഴിഞ്ഞാൽ കാന അഅദബ തിലാവത്തി, തിലാവത്തിന് നല്ല മാധുര്യമുണ്ടാകും. വാതുമലിൽ ഖിയാമി, നിന്ന് നമസ്കരിക്കാൻ ദായിമിയാക്കാൻ കഴിയും. അക്കല്ലൽ ലിൽ മനാം, ഉറക്ക് കുറക്കാനും നല്ലതാണ്. വഖാല അബൂബക്കർ ഇബ്നു അബ്ദില്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു പറഞ്ഞു സലാസത്തുൻ യുഹിബ്ബുഹുമുല്ലാഹ്, മൂന്ന് കൂട്ടക്കാരെ അല്ലാഹു തആല സ്നേഹിക്കുന്നു. ഒന്ന് റജുലുൻ ഖലീലുൻ നൗമി ഖലീലുൽ അക്ലി ഖലീലുർ റാഹത്തി. മൂന്നാളായില്ലേ? മുമ്പ് നഊമ് കുറേ പറഞ്ഞിട്ടുണ്ട്. നഊമ്, അക്കോല്, ഷറൂബ് എന്നോട്ട് പറഞ്ഞു. അതിന് നേരെ ഇതിന് റാഹത്ത്, റസ്റ്റില്ല. അക്കൾ ഇപ്പോൾ ഇബാദത്തും ഓതലും ചെല്ലലും പാടലും തന്നെ. وروي أن عيسى عليه السلام مكث يناجي ربه 60 صباحا. ഈസ അലൈഹിസ്സലാം 60 പകലെന്താക്കി? റബ്ബിനോട് മുനാജാത്ത്. ലം യഅകുൽ, ഒന്നും തിന്നാതെയാണ്. ഫഖതറ ബിബാലിഹി, അപ്പം മനസ്സിലേക്ക് കടന്നു വന്നാൽ ഖുബ്സു, ഒരു റൊട്ടി മനസ്സിൽ ഹാത്തിലായി. പങ്കത്താനും അങ്ങനെ മുനാജാത്തിനെ തൊട്ടെന്തായി? മുങ്കത്തിയായിപ്പോയി. റൊട്ടിന് കൊടുത്തിട്ട് ഫൈദാ റഗീഫൻ മൗദൂഉൻ ബൈന യദൈഹി, നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ അതാ ഒരു റൊട്ടി വെക്കപ്പെട്ടിരിക്കുന്നു. ഫജലസ യബ്കി, പിന്നെ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അലാ ഫഖദിൽ മുനാജാ, മുനാജാത്ത് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഫൈദാ ശൈഖുൻ, അപ്പോഴേക്കതാ ഒരു ശൈഖ് വരുന്നു. ഖദ് അളല്ലഹു, അവിടേക്ക് മണ്ണടഞ്ഞു. ഫഖാല ലഹു ഈസ അലൈഹിസ്സലാം പറഞ്ഞു ബാറക്കല്ലാഹു ഫീക യാ വലിയല്ലാഹ്, അല്ലാഹുവിൻ്റെ വലിയ നിങ്ങൾക്ക് അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. ഉദുല്ലാഹ തആല, അല്ലാഹുവിനോട് ദ്വാരക്കണം. എന്താ? ആ മുനാജാത്തിൻ്റെ ഹാല് നഷ്ടപ്പെട്ടാൽ നീ റൊട്ടി കിട്ടുന്നതിനാക്കാണ് എനിക്ക് പ്രയാസം. ആ മുനാജാത്തിലേക്ക് തിരിച്ചു വരണം. എന്നിട്ടെന്താ പറഞ്ഞു? ഫഇന്നി കുന്തു ഫീ ഹാലത്തിൻ, ഞാനൊരു ഹാലത്തിലായിരുന്നു. ഫഖതറ ബിബാലിൽ ഖുബ്സു, എൻ്റെ മനസ്സ് റൊട്ടിയുടെ ഒരു ഖാത്തിര വന്ന് പങ്കത്താറ്റ് അന്നീ, ആ ഹാലത്തങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഫഖാല ശൈഖു, അപ്പോൾ ശൈഖ് ദ്വാരക്കുന്നു. اللهم إن كنت تعلم أن الخبز خطر ببالي منذ عرفتك, ഞാൻ നിൻ്റെ ആരിഫായി, നിന്നെ അറിഞ്ഞല്ലോ. ആ കാലം മുതൽ ഒരു റൊട്ടിയെ സംബന്ധിച്ചുള്ള ചിന്ത എൻ്റെ കൽബിൽ വന്നിട്ടുണ്ടെങ്കിൽ പല തഹഫിൽ എനിക്ക് പുറത്തു തരണ്ടെന്ന്. അപ്പോൾ ഈസാ നബിനെ കാണാൻ നബുവത്ത് കൊണ്ട് മികച്ചൊന്നും വരില്ല, ചില ഹാല് കൊണ്ട് വെക്കും. അപ്പം 30 ആരിഫായത് മുതൽ റൊട്ടിൻ്റെ ചിന്ത ഉണ്ടായിട്ടില്ല. ബൽ എന്തായി? കാന ഇദാ ഹദറ ലീ ശൈഉൻ അകൽതുഹു മിൻ ഗൈരി ഫിക്രിൻ വ ഖാതിരിൻ,
ഒരു ഫിക്റോ ഒരു ഖാത്തിറോ മനസ്സിലില്ലാത്ത വിധത്തിൽ എനിക്ക് വല്ലതും കിട്ടിയെങ്കിൽ ഞാൻ തിന്നും അല്ലേ എന്നും പറഞ്ഞു. وروي أن موسى عليه السلام لما قربه الله عز وجل نجيا മുനാജാത്ത് ചെയ്യുന്നവരായിട്ട് അല്ലാഹു തആല വഖറബ്നാഹു നജിയ്യ എന്നുള്ള ഖുർആനിൽ കാന ഖത്തറക്കൽനക്കിൽ 40 യൗമൻ 40 ദിവസമാണ് ഭക്ഷണം ഒഴിവാക്കിയത്. 30 സുമ്മ 10 അവരുടെ ഖുർആൻ 30 ലൈലത്തൻ ഫാത്തമംനഹാ ബി 10 ഫതമ്മ മീഖാതു റബ്ബി 40 ലൈല അലാ മാ വറദ ബിഹിൽ ഖുർആൻ. ആ സംഭവം ഖുർആനിൽ لأنه أمسك بغير تبييت يوما ഒരു ദിവസം രാത്രി തബയീത്തില്ലാതെ കണ്ട് ഇംസാക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നോമ്പിന് അത് അവരെ ശരീരത്തിലുണ്ടാവും അപ്പോഴത്തെ ഒരു നോമ്പിന് തബയീത്ത്. അപ്പോൾ ഫസീദ അശറത്തൻ അങ്ങനെയാണ് 10 വർദ്ധിപ്പിച്ചത്. അതിൽ കാലി ഒരു നോമ്പിന് തബയീത്തില്ലാണ്ട് വന്നപ്പോൾ 10 നോമ്പ്.